അതീന്ദ്രിയം അധ്യായം 9. അഞ്ജലി സ്റ്റെയർകേസ് കയറി മുകളിലേക്ക് പോകുന്നതും നോക്കി കരുണാകരൻ നമ്പ്യാരും സുമതിക്കുട്ടിയമ്മയും താഴെ നിന്നു. രണ്ടുപേരും വല്ലാതെ അന്ധാളിച്ചിരുന്നു. ഷോക്കേസിലെ സാധനങ്ങൾ പലതും പൊട്ടിത്തകർന്ന് മുറിയിൽ കിടക്കുന്നു. അഞ്ജലിയുടെ മുഖം ചുവന്ന് ജ്വലിക്കുന്നതായി നമ്പ്യാർക്ക് തോന്നി. യാതൊരു ഭാവമാറ്റവുമില്ലാതെ അവൾ അവരെ കടന്ന് പോയി. സ്റ്റെയർകേസിന്റെ തിരിവിൽ അഞ്ജലി തങ്ങൾക്ക് അഭിമുഖമായി വരിക കൂടി ചെയ്തതാണ്. എന്നിട്ടും അവൾക്ക് കണ്ട ഭാവമില്ല. അവളെ ഒരു അജ്ഞാത ശക്തി നിയന്ത്രിക്കുന്നുണ്ടെന്ന് തോന്നുമായിരുന്നു. അവൾക്കെന്ത് പറ്റിയതാ? ഭീതിയോടെ സുമതിക്കുട്ടിയമ്മ ഭർത്താവിനെ നോക്കി. ജയന്തനോട് അവൾക്ക് ശരിക്കും ദേഷ്യമുണ്ടെന്ന് തോന്നുന്നു. ജയന്തനോട് മാത്രമല്ല, എന്നോടും കാണും. ആ പത്രക്കാരൻ ചെറുപ്പക്കാരനെ ഞാനും ജയന്തനും കൂടിയല്ലേ തിരിച്ചയച്ചത്? അതിന്റെ വാശിയാ, കരുണാകരൻ നമ്പ്യാർ പറഞ്ഞു. അയാളുടെ ദൃഷ്ടി അഞ്ജലി നടന്നു മറഞ്ഞ ഭാഗത്ത് തന്നെ ഉറപ്പിച്ചിരുന്നു. എന്നാലും ഇതെന്നെ പേടിപ്പിച്ചു കളഞ്ഞു. അത്രയ്ക്ക് ഭയങ്കരമായിരുന്നു. നമ്മുടെ മോൾ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ. ദേഷ്യം വന്നാൽ കുറച്ച് കരയുമെന്നല്ലാതെ ഈ വിധത്തിൽ കലി ബാധിച്ച് കണ്ടിട്ടില്ലല്ലോ. എന്തുമാത്രം ശാന്തമായ സ്വഭാവമായിരുന്നു അവളുടേത്. ഇതെനിക്ക് വിശ്വസിക്കാനാവുന്നില്ല. ഇന്ന് അവളുടെ പിറന്നാളാണെന്ന് കൂടി ഓർക്കണം. ഒക്കെ നിന്റെ പേടിയാ സുമം. പിന്നെ അന്നത്തെ കാണാതാകലിന് ശേഷം അവളുടെ മനസ്സിന് അല്പം ചില മാറ്റമൊക്കെ വന്നിട്ടുമുണ്ട്. അവർ മുറിയിൽ കയറി തകർന്നു കിടക്കുന്ന സാധനങ്ങൾ പെറുക്കി നോക്കി. കാസറ്റും ആനക്കൊമ്പ് കൊണ്ടുള്ള പ്രതിമയും എടുത്തു നോക്കിയിട്ട് സുമതിക്കുട്ടിയമ്മ അന്തം വിട്ടു. ഇതൊക്കെ കടിച്ചു പൊട്ടിക്കുക എന്ന് വെച്ചാൽ കുറെ ഭയങ്കരം തന്നെ. പല്ല് പൊടിഞ്ഞു പോകുമല്ലോ. അവൾക്ക് അഹമ്മതി കുറെ കൂടുന്നുണ്ട്. നാളെ മറ്റൊരു കുടുംബത്ത് ജീവിക്കേണ്ട പെണ്ണല്ലേ. ഇങ്ങനെ തുടങ്ങിയാലോ? രണ്ട് വർത്തമാനം പറഞ്ഞിട്ട് തന്നെ കാര്യം. സുമതിക്കുട്ടിയമ്മ തിടുക്കത്തിൽ മുറിക്ക് പുറത്തിറങ്ങി. എന്നിട്ട് കോണിപ്പടി കയറി മുകളിലെത്തി. പിന്നാലെ കരുണാകരൻ നമ്പ്യാരും. അഞ്ജലിയുടെ വാതിൽ ചാരിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. സുമതിക്കുട്ടിയമ്മ വാതിൽ തള്ളി തുറന്നു. അഞ്ജലി കിടക്കയിൽ നീണ്ടു നിവർന്ന് കിടക്കുന്നു. മന്ദഗതിയിലുള്ള ശ്വാസോച്ഛ്വാസത്തിൽ നെഞ്ച് സാവധാനം ഉയർന്നു താഴുന്നതും കണ്ടു. അഞ്ജലി നല്ല ഉറക്കം. സുമതിക്കുട്ടിയമ്മ വിശ്വാസം വരാതെ അരികെ ചെന്ന് നോക്കി. അല്പം മുമ്പ് കുപിതയായി കണ്ട അതേ അഞ്ജലി തന്നെയാണിതെന്ന് വിശ്വസിക്കാൻ വിഷമം തോന്നി. അത്രമേൽ ശാന്തവും നിഷ്കളങ്കവുമായിരുന്നു ഇപ്പോഴവളുടെ മുഖം. അവൾ ഗാഠനിദ്രയിലായിരുന്നു. വാ, ഉണർത്തണ്ട, നമ്പ്യാർ പറഞ്ഞു. രണ്ടുപേരും മുറിവിട്ടിറങ്ങി. അവളെ വിളിച്ചുണർത്തി വഴക്ക് പറയേണ്ടതായിരുന്നു. സുമതിക്കുട്ടിയമ്മ പറഞ്ഞു. എന്നാൽ എന്താ ഗുണം? അത് കഴിഞ്ഞില്ലേ. മേലിൽ അവളിത് ആവർത്തിക്കാതിരിക്കാൻ ഒരു താക്കീത് കൊടുക്കണം. അഹങ്കാരമല്ലേ അവൾ കാണിച്ചത്? എന്തെങ്കിലും ചോദിക്കണമെങ്കിൽ ഞാൻ തന്നെ ചോദിച്ചോളാം. വേറെ ആരും ഇതിൽ ഇടപെടേണ്ട, നമ്പ്യാർ പറഞ്ഞു. എന്നാലും പെണ്ണിന്റെ ഒരു അഹമ്മതി. ഈ സംഭവം ആരോടും പറയാൻ പോകണ്ട, നമ്മുടെ കുട്ടികളോട് പോലും. ജയന്തന്റെ ചെവിയിലെങ്ങാനും ഇതെത്തിയാൽ അവന് വലിയ വിഷമമാകും. ആ പൊട്ടിയ സാധനങ്ങളെല്ലാം എടുത്തു മാറ്റിയേക്കണം. ആരും അത് കാണരുത്. രണ്ടുപേരും ഉറങ്ങാൻ പോയി. പിറ്റേന്ന് പ്രഭാത ഭക്ഷണത്തിന് ഡൈനിങ് റൂമിലേക്ക് വന്ന അഞ്ജലിയെ കരുണാകരൻ നമ്പ്യാർ സൂക്ഷിച്ചു നോക്കി. അവൾക്ക് യാതൊരു ഭാവഭേദവുമില്ല. പതിവ് ചിരിയും സംഭാഷണവും കുട്ടിത്വവുമൊക്കെ തന്നെ. ഇന്നലെ എന്തെങ്കിലും സംഭവിച്ചുവെന്ന് അവൾ വിചാരിക്കുന്നേയില്ലെന്ന് തോന്നി. സുമതിക്കുട്ടിയമ്മ 4-5 വട്ടം ഭർത്താവിനെ അർത്ഥവത്തായി നോക്കി. ഇന്നലെ നിനക്കെന്ത് പറ്റി മോളെ? അവസാനം നമ്പ്യാർ ചോദിച്ചു. ഇന്നലെയോ? എനിക്കൊന്നും പറ്റിയില്ലല്ലോ. ഏയ്, നുണ പറയരുത്. അച്ഛനോട് എനിക്ക് പിണക്കം തോന്നിയെന്നുള്ളത് ശരിയാ. ആനന്ദിനെ അപമാനിച്ചത് ഒട്ടും ശരിയായില്ല. ജയന്തനോട് എന്തിനായിരുന്നു ദേഷ്യം? ജയേട്ടനല്ലേ ആനന്ദിനോട് മോശമായി പെരുമാറിയത്. ഇന്നാള് ഫോണിൽ കൂടി ആനന്ദിനെ വിരട്ടിയത് എനിക്കൊട്ടും പിടിച്ചിട്ടില്ല. അതിന്റെ കൂടെ ഇന്നലെ അതും. എന്നിട്ടൊരു കള്ള സ്നേഹം. സമ്മാനം തരലും പാട്ട് റെക്കോർഡ് ചെയ്യലും. എനിക്കതെല്ലാം കൂടി തല്ല് പൊട്ടിക്കാനാ തോന്നിയത്. കരുണാകരൻ നമ്പ്യാർ മകളെ സൂക്ഷിച്ചൊന്നു നോക്കി. അങ്ങനെ ചെയ്തപ്പോൾ നിനക്ക് തൃപ്തിയായോ? എങ്ങനെ ചെയ്തപ്പോൾ? രാത്രിയിൽ നീ അതെല്ലാം തല്ലി തകർത്ത് കളഞ്ഞില്ലേ? ഞാനോ? അവൾ അച്ഛനെ തുറച്ചു നോക്കി. പെട്ടെന്ന് ചിരിച്ചു. അച്ഛൻ തമാശ പറയുകയാ? നീയല്ലേ? ഞാൻ കരുതി നീയാണെന്ന്. നീ അതെല്ലാം തല്ലി തകർക്കണമെന്ന് വിചാരിച്ചതേയുള്ളൂ എന്നാണോ പറഞ്ഞു വരുന്നത്? അതെ, എന്നാൽ അങ്ങനെ തന്നെ സംഭവിച്ചിട്ടുണ്ട്. വായിലേക്ക് കൊണ്ടുവന്ന ഇഡ്ഡലി കഷണം അങ്ങനെ തന്നെ പിടിച്ചുകൊണ്ട് അവൾ അച്ഛനെ ഉറ്റുനോക്കി. അച്ഛനെന്താ പറഞ്ഞത്? നീ ബോധപൂർവം ചെയ്തതായിരിക്കില്ല, സ്വപ്നത്തിൽ ബോധമില്ലാതെ ചെയ്തതായിരിക്കും. ഏതായാലും ജയന്തൻ നിനക്ക് തന്നിട്ടുള്ള സമ്മാനങ്ങളെല്ലാം കഷണങ്ങളായി. അമ്മേ, ഈ അച്ഛൻ എന്തൊക്കെയാ പറയുന്നത്? അഞ്ജലി അമ്മയുടെ നേർക്ക് തിരിഞ്ഞ് ചോദിച്ചു. അച്ഛൻ പറഞ്ഞതെല്ലാം സത്യമാണ്. നീയാണ് കള്ളം പറയുന്നത്.
സുമതിക്കുട്ടിയമ്മ ദേഷ്യപ്പെട്ടു. സുമതി, നീ മിണ്ടണ്ട. ഇത് ഞങ്ങൾ അച്ഛനും മകളും തമ്മിലുള്ള പ്രശ്നമാണ്. എന്താ അച്ഛ ഇതിന്റെയൊക്കെ അർത്ഥം? നിങ്ങള് കടങ്കഥയുടെ ഭാഷയിലാണോ സംസാരിക്കുന്നത്? ഒന്നുമില്ല മോളെ, നീ വല്ലതും കഴിച്ചിട്ട് എഴുന്നേറ്റ് പോ. കരുണാകരൻ നമ്പ്യാർ ചിന്താധീനനായി. എന്തൊക്കെയോ ദുരൂഹതകൾ അഞ്ജലിയെ വലയം ചെയ്തിട്ടുള്ളതുപോലെ അദ്ദേഹത്തിന് തോന്നി. അഞ്ജലി പിന്നെ അധിക നേരം ഇരുന്നില്ല. എഴുന്നേറ്റ് കൈ കഴുകി. ഷോക്കേസ് ഇരിക്കുന്ന മുറിയിലേക്ക് തിടുക്കത്തിൽ നടന്നുപോയ അഞ്ജലി അതിന്റെ വാതിൽക്കൽ എത്തിയ ശേഷം ആ ആശയം വീക്ഷിച്ച മട്ടിൽ പടികൾ കയറി മുകളിലേക്ക് പോയി. അവിടെ ഇടനാഴിയിൽ ഫോണിന്റെ ഒരു എക്സ്റ്റൻഷൻ ഇരിപ്പുണ്ട്. അതിലൂടെ അവൾ ആനന്ദിനെ ഡയൽ ചെയ്തു. ആനന്ദിനെ ലൈനിൽ കിട്ടിയപ്പോൾ തലേന്നത്തെ സംഭവത്തിന് അവൾ മാപ്പ് പറഞ്ഞു. ആനന്ദ് ഒന്നും വിചാരിക്കല്ലേ, ഇന്നലെ മനഃപൂർവ്വം അപമാനിച്ചതൊന്നുമല്ല. അച്ഛനും ജയേട്ടനും എന്തോ തെറ്റിദ്ധരിച്ചു, അതാണ് കാര്യം. അവരുടെ മോശമായ പെരുമാറ്റത്തിന് ഞാൻ വീണ്ടും വീണ്ടും മാപ്പ് ചോദിക്കുന്നു. ഹേയ് അഞ്ജു, എന്താ ഇതൊക്കെ? ഇന്നലത്തേത് എനിക്കൊട്ടും ഫീൽ ചെയ്തില്ല. ഞാൻ അവിടെ വന്നപ്പോൾ സമ്മാനം അഞ്ജുവിന് നേരിട്ട് കൊടുക്കാനൊക്കില്ല എന്നല്ലേ അവർ പറഞ്ഞുള്ളൂ. ഇറ്റ്സ് ഓക്കെ, അവരുടെ വികാരം ഞാൻ മനസ്സിലാക്കുന്നു. എന്നിട്ടാണോ ബൊക്കെ തരാതെ പോയത്? അഞ്ജു, ജയന്തൻ നിന്റെ മുറച്ചെറുക്കൻ. നിന്നെ അയാൾ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായും അയാൾക്ക് സംശയം, അസൂയ, പക എന്നീ വികാരങ്ങൾ ഉണ്ടാവും. ഈ നിൽക്കുന്ന എനിക്കും അതൊക്കെയുണ്ടെന്ന് കരുതിക്കൊള്ളൂ. അച്ഛൻ വല്ലതും പറഞ്ഞോ? ഇല്ല, അച്ഛൻ പറഞ്ഞാൽ തന്നെ എന്താ? ഒരച്ഛന് മകളെക്കുറിച്ച് തീർച്ചയായും ഉത്കണ്ഠയുണ്ടാകും. സ്നേഹമുള്ള അച്ഛന്മാർ മക്കൾക്ക് ഒരു നല്ല ഭാവി ഉണ്ടാക്കി കൊടുക്കാനല്ലേ ആഗ്രഹിക്കൂ. അവർ ബന്ധുബലവും സമ്പത്തും പാരമ്പര്യവും ഒക്കെ നോക്കും. അതിനവരെ കുറ്റം പറയാനൊക്കുമോ? അപ്പോൾ ആനന്ദിന് എന്റെ അച്ഛനോട് നീരസമില്ലേ? ഇല്ല. എന്നോടും പിണക്കമില്ലേ? ഒട്ടുമില്ല. താങ്ക് യു വെരി മച്ച്. ഇനി വേറൊരു സർപ്രൈസ് ന്യൂസ്. അച്ഛനെന്ന് രാവിലെ പറയുകയാ, ജയേട്ടൻ ആനന്ദിനോട് മോശമായി പെരുമാറിയതിന്റെ വൈരാഗ്യത്തിൽ ഞാൻ ജയേട്ടൻ എനിക്ക് തന്ന സമ്മാനങ്ങളെല്ലാം തല്ലിപ്പൊട്ടിച്ചു കളഞ്ഞെന്ന്. മനസ്സിലായില്ല. ഷോക്കേസിൽ വെച്ചിരുന്ന ജയേട്ടന്റെ ബർത്ത്ഡേ പ്രസന്റേഷൻ എല്ലാം ഞാനെടുത്ത് നശിപ്പിച്ചെന്ന്. എപ്പോൾ? രാത്രിയിലാണത്രേ. മറുവശത്ത് മൂകത. നിമിഷങ്ങളോളം അത് തുടർന്നു. ആനന്ദ് ചിന്താക്കുഴപ്പത്തിൽപ്പെട്ടു എന്ന് തോന്നി. ഏയ് ആനന്ദ്. യെസ്, ഹിയർ. എന്താ ഒന്നും മിണ്ടാത്തേ? നീ എങ്ങനെ ചെയ്തതാണോ? ഞാനങ്ങനെ ചെയ്യണമെന്ന് വിചാരിച്ചത്. അത്ര കലിശം വന്നു. അപ്പോൾ ചെയ്തില്ല? ആനന്ദിന് ഇനിയും സംശയമാണോ? വീണ്ടും ഫോണിൽ നിശബ്ദത. ആനന്ദ്, ഞാൻ ആലോചിക്കുകയായിരുന്നു. എന്താ? എനിക്കങ്ങോട്ട് വരാൻ അനുവാദമില്ലല്ലോ. ആനന്ദിന് എപ്പോൾ വേണമെങ്കിലും വരാം. നിന്റെ അച്ഛൻ ഇഷ്ടപ്പെടുകയില്ല. സാരമില്ല, വേണ്ട. നീ ഇന്ന് ഇങ്ങോട്ട് വരുമോ? നോക്കട്ടെ. ഉച്ച കഴിഞ്ഞ്. ശരി, വെക്കട്ടെ. ഓക്കെ, സീ യു. അഞ്ജലി റിസീവർ വെച്ചു. അപ്പോൾ താഴെ നിന്ന് അച്ഛൻ വിളിക്കുന്ന ഒച്ച കേട്ടു. മോളെ, അഞ്ജു. ഇതാ വരുന്നു. അവൾ കോണിപ്പടിയിലൂടെ ഓടിയിറങ്ങി. താഴെ അച്ഛൻ നിൽക്കുന്നു. എന്താ അച്ഛ? വാ. അഞ്ജലി ഒരു മൂളിപ്പാട്ടും പാടി ഇറങ്ങിച്ചെന്നു. കരുണാകരൻ നമ്പ്യാർ അവളുടെ കയ്യിൽ കടന്നു പിടിച്ചു സ്വീകരണത്തളത്തിലേക്ക് കൊണ്ടുപോയി. അവിടെ ഷോക്കേസിന് മുമ്പിൽ അവളെ നിർത്തി. എന്താ കാര്യമെന്ന് അച്ഛൻ പറഞ്ഞില്ല? നീയാ ഷോക്കേസ് നോക്ക്. അവൾ അമ്പരപ്പോടെ അതിലേക്ക് നോക്കി. പിന്നെ ഒന്നും മനസ്സിലാകാത്തതുപോലെ തലതിരിച്ച് അച്ഛനെയും. ഞാൻ നോക്കി. അച്ഛൻ കാര്യം പറ. നിനക്ക് ജയന്തൻ ഇന്നലെ വാങ്ങിത്തന്ന സ്റ്റീരിയോ സെറ്റ് എവിടെ? അവൻ ഓരോ പിറന്നാളിനും നിനക്ക് തന്നിട്ടുള്ള മറ്റു സമ്മാനങ്ങളെവിടെ? അവൾ വീണ്ടും ഷോക്കേസിലേക്ക് നോട്ടം തിരിച്ചു. കാണുന്നില്ല. അവൾ കൈമലർത്തി. പിന്നെ ഷോക്കേസിൽ തിങ്ങിയിരുന്ന ചില സാധനങ്ങളെടുത്ത് ഒഴിഞ്ഞുകിടന്ന സ്ഥലത്തേക്ക് വെച്ചു. അവിടം ഇപ്പോഴാ ഭംഗിയായത്, അവൾ പറഞ്ഞു. സുമതിക്കുട്ടിയമ്മ തകർന്ന സ്റ്റീരിയോ സെറ്റ് എടുത്തുകൊണ്ട് മുറിയിലേക്ക് കയറി വന്നു. ഇത് കണ്ടോ നീ? അഞ്ജലി അതിലേക്ക് നോക്കി. അവൾക്ക് ചിരി വന്നു. നന്നായിപ്പോയി, ഇങ്ങനെ തന്നെ വേണം. ഒരു ശിശുവിന്റെ നിഷ്കളങ്കതയോടെ അവൾ പറഞ്ഞു. അവളുടെ ആഹ്ലാദഭാവം കണ്ട് കരുണാകരൻ നമ്പ്യാരും സുമതിക്കുട്ടിയമ്മയും അമ്പരന്നു. ഇതെല്ലാം നശിപ്പിച്ചത് അവളാണ്. തങ്ങളതിന് ദൃക്സാക്ഷിയുമാണ്. എന്നിട്ടും അവളത് ചെയ്തിട്ടില്ലെന്ന് പറയുന്നു. എന്താണ് ഇതിന് പിന്നിൽ? അഞ്ജലിയെ ചൂടുന്ന എന്തോ ചില രഹസ്യങ്ങളുണ്ടെന്ന് കരുണാകരൻ നമ്പ്യാർക്ക് തീർച്ചയായി. ജയന്തന്റെ നിർബന്ധം സഹിക്കവയ്യാതായപ്പോൾ അയാളുടെ മാതാപിതാക്കൾ തന്നെ ഔദ്യോഗികമായി വിവാഹമാലോചിക്കാൻ വലിയ മംഗലത്ത് വന്നു. ജയന്തന്റെ അമ്മ രുക്മിണി അമ്മ വളച്ചുകെട്ടൊന്നുമില്ലാതെ നമ്പ്യാരോടും ഭാര്യയോടും കാര്യങ്ങൾ പറഞ്ഞു. ഹാളിൽ വെച്ചായിരുന്നു സംഭാഷണം. രുക്മിണി അമ്മയ്ക്ക് അഞ്ജലിയെ വലിയ കാര്യമാണ്.
അവൾ അവരുടെ വീട്ടിൽ ചെന്നാൽ സ്നേഹപ്രകടനങ്ങൾ കൊണ്ട് വീർപ്പ് മുട്ടിക്കും. സ്വന്തം മക്കൾക്ക് വേണ്ടി പോലും തുറക്കാത്ത മധുരപലഹാര ടിന്നുകൾ അവൾക്ക് മുന്നിൽ നിരത്തും. ജയന്തന്റെ ഭാര്യയാകാൻ പോകുന്നവൾ എന്ന നിലയിലായിരുന്നു അവരുടെ ഈ വാത്സല്യം അത്രയും. എന്നാൽ ഈയിടെയായി അഞ്ജലി അങ്ങോട്ട് പോകാറേയില്ല. നമുക്ക് ജയന്തനും അഞ്ജലിയും തമ്മിലുള്ള കല്യാണം ഉടനെ അങ്ങ് നടത്തിയാലോ? രുക്മിണിയമ്മ ചോദിച്ചു. ഉടനെയോ? സുമതിക്കുട്ടിയമ്മ ചോദിച്ചു. അഞ്ജലിയുടെ ആഗ്രഹം ആദ്യം ഒരു ജോലി കിട്ടണമെന്നാണ്. എന്തിനാ ജോലി? നമ്മുടെ കുടുംബത്ത് ആരുടെയും കാല് കഴുകാൻ പോകാതെ സുഭിക്ഷമായി കഴിയാനുള്ള വകയില്ലേ? ഒരു ജോലി വേണമെന്ന് അവൾക്ക് വല്ലാത്ത കമ്പം. ജയന്തന് ഒട്ടും ഇഷ്ടമല്ലത്. എന്നാൽ പിന്നെ ജോലിക്കുള്ള ശ്രമം ഉപേക്ഷിച്ചുകൂടെ? കല്യാണം കഴിഞ്ഞാൽ അവൻ അവളെ കൊണ്ട് ജോലി രാജിവെപ്പിക്കുകയേ ഉള്ളൂ. സംഗതിയൊക്കെ ശരി തന്നെ, കരുണാകരൻ നമ്പ്യാർ നിസ്സംഗതയോടെ പറഞ്ഞു. ഞാൻ അവളോട് പറഞ്ഞതാണ് ജോലിക്കൊന്നും പോകണ്ട എന്ന്. കേൾക്കണ്ടേ? അവൾക്ക് അങ്ങനെയൊരു മോഹം. ജയന്തൻ ഇഷ്ടമില്ലെങ്കിൽ ഇതെങ്ങനെ ശരിയാകാനാ? അവന്റെ ഇഷ്ടാനിഷ്ടങ്ങൾ ഭാവിയിൽ നോക്കേണ്ടവളല്ലേ? ഇപ്പോഴേ ഇങ്ങനെ മനസ്സ് മടുപ്പിക്കാൻ തുടങ്ങിയാൽ? ഏതായാലും അവൾ ജോലിക്ക് പോകാൻ തുടങ്ങിയില്ലല്ലോ. ജോലി കിട്ടുന്നത് അത്ര എളുപ്പമല്ല താനും. എന്നാൽ ആദ്യം കല്യാണം നടത്താം. ജോലിക്കുള്ള ആശ പിന്നീട് തനിയെ തീർന്നോളും. കരുണാകരൻ നമ്പ്യാർ അഞ്ജലിയെ ഹാളിലേക്ക് വിളിപ്പിച്ചു. നിന്റെയും ജയന്തന്റെയും കല്യാണം ഉടനെ നടത്തണമെന്ന് പറയാനാ രുക്മിണിയും സുകുമാരനും കൂടി വന്നത്. അഞ്ജലിയുടെ മുഖം വാടി. കല്യാണത്തിന്റെ കാര്യം ഞാൻ അച്ഛനോട് പറഞ്ഞതല്ലേ, ജോലി കിട്ടാതെ നടപ്പില്ലെന്ന്. അഞ്ജലി പറഞ്ഞു. കല്യാണം കഴിഞ്ഞാലും ജോലിക്ക് ശ്രമിക്കാമല്ലോ. അതൊക്കെ പറയും, നടക്കില്ല. അല്ലെങ്കിലും ജയന്തന് നീ ജോലിക്ക് പോകുന്നത് ഇഷ്ടമല്ല. ജയേട്ടന്റെ ഇഷ്ടം ആര് നോക്കുന്നു? അഞ്ജലി കൂസലന്യെ പറഞ്ഞു. രുക്മിണിയമ്മ ഭർത്താവിനെ നോക്കി. ജയന്തന്റെ ഇഷ്ടം നോക്കാതെ പറ്റുമോ? അവന്റെ കൂടെ ജീവിക്കേണ്ടവളല്ലേ നീ? സുകുമാരൻ നായർ ചോദിച്ചു. എന്ന് ആര് പറഞ്ഞു? ഇപ്പോൾ കല്യാണം ഞാൻ ആഗ്രഹിക്കുന്നില്ല. ജയേട്ടനുമായിട്ട് ഒട്ടും ആഗ്രഹിക്കുന്നില്ല. രുക്മിണിയമ്മയുടെയും സുകുമാരൻ നായരുടെയും മുഖം വിളറി. ജയന്തനെ വിവാഹം കഴിക്കാൻ നിനക്ക് സമ്മതമല്ലെന്നോ? രുക്മിണിയമ്മ എടുത്തു ചോദിച്ചു. സമ്മതമല്ല, അവൾ പറഞ്ഞു. കരുണാകരൻ നമ്പ്യാരും ഭാര്യയും മകളെ തുറച്ചു നോക്കി. എന്താടി നിന്റെ ഉദ്ദേശം? നമ്പ്യാരുടെ ഒച്ച ഉയർന്നു. അവളോട് കോപിക്കണ്ട, രുക്മിണിയമ്മ തടഞ്ഞു പറഞ്ഞു. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പിണക്കമുണ്ടോ മോളെ? എനിക്കാരോടും പിണക്കമില്ല. പിന്നെ നീ മനസ്സ് മാറ്റിയത്? ഞാൻ മനസ്സ് മാറ്റിയില്ലല്ലോ. ജയേട്ടനെ എന്റെ ഭാവി ഭർത്താവായിട്ട് ഞാൻ സങ്കല്പിച്ചിട്ട് പോലുമില്ല. വീട്ടുകാർ തമ്മിൽ അങ്ങനെ വല്ല രഹസ്യ ധാരണയുമുണ്ടെങ്കിൽ അതിന് ഞാനല്ലല്ലോ ഉത്തരവാദി. ജയന്തനും നീയും തമ്മിൽ വലിയ അടുപ്പമാണെന്നാണല്ലോ അവൻ പറഞ്ഞത്. നിങ്ങൾ തമ്മിൽ വിവാഹത്തെക്കുറിച്ച് വാക്ക് പറഞ്ഞിട്ടുണ്ടെന്നും. ജയേട്ടന്റെ മനസ്സിലെ മോഹമായിരിക്കും. രുക്മിണിയമ്മയ്ക്കും സുകുമാരൻ നായർക്കും അപമാനം തോന്നി. കേട്ടില്ലേ അവൾ പറഞ്ഞത്? നിങ്ങൾ എന്താ മിണ്ടാത്തത്? നേരത്തെ ഈ കല്യാണം നടത്താമെന്ന് ഞങ്ങൾ പറഞ്ഞപ്പോഴൊക്കെ അഞ്ജലിയുടെ പഠിത്തകാര്യം പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ ജോലിക്കാര്യമായി. ഇപ്പോൾ ഞങ്ങളുടെ മകനെ വേണ്ട പോലും. ഇത് നേരത്തെ അങ്ങ് തുറന്നു പറയാമായിരുന്നു. എത്ര നല്ല ആലോചനകള് അവന് വന്നതാ. ഇവളെ കരുതി അതെല്ലാം തട്ടിക്കളഞ്ഞു. രുക്മിണിയമ്മയ്ക്ക് കരച്ചിൽ വന്നു. അഞ്ജലി, കരുണാകരൻ നമ്പ്യാർ കോപത്തോടെ മകളെ നോക്കി. നിന്റെ ഇഷ്ടങ്ങളല്ല ഈ വീട്ടിൽ ഇതുവരെ നടത്തിയിട്ടുള്ളത്, ഇനി നടത്താൻ പോകുന്നതും. ജയന്തനും നീയും തമ്മിലുള്ള വിവാഹം നടത്താൻ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ഒരിക്കലും നടക്കില്ല അച്ഛാ. അച്ഛൻ ഇവരെ വെറുതെ നാണം കെടുത്തല്ലേ. ജീവിച്ചിരിക്കുമ്പോൾ ഞാൻ അതിന് സമ്മതിക്കില്ല. അവൾ പതുക്കെ തിരിഞ്ഞു നടന്നു. രുക്മിണിയമ്മ എഴുന്നേറ്റു ഭർത്താവിനെ വിളിച്ചു. ഇനി എന്ത് കാണാനായിരിക്കുന്നേ? നാടകം കഴിഞ്ഞു. നമ്മുടെ മോനെ എങ്ങനെയെങ്കിലും ഒഴിവാക്കണമായിരുന്നു ഇവർക്ക്. അവനൊരു വിഡ്ഢി. നിങ്ങൾ പിണങ്ങിപ്പോകരുത്, സുമതിക്കുട്ടിയമ്മ അപേക്ഷിച്ചു. അഞ്ജലിയുടെ മനസ്സ് നമുക്ക് മാറ്റിയെടുക്കാം. കുറച്ച് സാവകാശം തരണം. വേണ്ട സുമതി, ഞങ്ങള് കുറെ സഹിച്ചു. 3 ദിവസം ആരാണ്ട് തട്ടിക്കൊണ്ടുപോയി കൂടെ പൊറപ്പിച്ച നിങ്ങളുടെ മകളെ കയ്യേൽക്കാമെന്ന് എന്റെ മോൻ സമ്മതിച്ചത് അവളോടുള്ള സ്നേഹം കൊണ്ടും നമ്മൾ തമ്മിലുള്ള ബന്ധം കൊണ്ടുമാ. അവനൊരു തെറ്റ് പറ്റിപ്പോയി. ഞങ്ങള് തിരുത്തിക്കൊള്ളാം. രുക്മിണിയമ്മയും സുകുമാരൻ നായരും പോയി. കരുണാകരൻ നമ്പ്യാർ കോപാകുലനായി. ഭാര്യയും കൂട്ടി മുകളിലത്തെ നിലയിലുള്ള അഞ്ജലിയുടെ കിടപ്പറയിലെത്തി. അഞ്ജലി കിടക്കയിൽ കിടന്ന് ഏങ്ങലടിച്ച് കരയുന്നുണ്ടായിരുന്നു. നമ്പ്യാരും ഭാര്യയും അവളുടെ മീതെ ശകാരവർഷം ചൊരിഞ്ഞു. ദേഷ്യം ഒട്ടൊന്നടങ്ങിയപ്പോൾ അവർ തിരിച്ച് പോയി. ജയന്തൻ അടുത്ത ദിവസങ്ങളിലൊന്നും ആ വീട്ടിൽ വരികയുണ്ടായില്ല. ആ കുടുംബം തങ്ങളോട് പിണങ്ങിക്കഴിഞ്ഞുവെന്ന് കരുണാകരൻ നമ്പ്യാർക്ക് മനസ്സിലായി. അഞ്ജലിക്കാണെങ്കിൽ ഈ അവസ്ഥ ആശ്വാസകരമായിരുന്നു. വീട്ടിൽ അഞ്ജലിയും അടുക്കളക്കാരിയും മാത്രമേ ഉള്ളൂ.
കരുണാകരൻ നമ്പ്യാരും ഭാര്യയും ഒരു വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാൻ പോയിരിക്കുകയാണ്. രഞ്ജിത്തും പ്രസീതയും കോളേജിൽ പോയി. അഞ്ജലി മുറിയിലെ ആടുന്ന കസേരയിലിരുന്ന് പുസ്തകം വായിക്കുകയായിരുന്നു. പെട്ടെന്ന് ജയന്തന്റെ മുഖം വാതിൽക്കൽ കണ്ടു. അയാൾ കോണിപ്പടി കയറി വന്നതിന്റെ കാലച്ച പോലും കേട്ടില്ലല്ലോ എന്ന് അവൾ ഓർത്തു. പൂച്ച വരുന്നത് പോലെയാ വരവ്. അവൾ പിറുപിറുത്തു. ജയന്തൻ മുറിക്കകത്ത് കടന്നു. ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ, അഞ്ജലി പറഞ്ഞു. അതറിഞ്ഞോണ്ട് തന്നെയാ വന്നത്. ജയന്തൻ ചിരിച്ചു. ഇങ്ങനെ മിണ്ടാതെ വരുന്നതല്ല മര്യാദ. ഡോർബെല്ലൊക്കെ പിന്നെ എന്തിനാ? അറ്റ്ലീസ്റ്റ് വാതിലൊന്ന് മുട്ടി വിളിക്കാമല്ലോ. കഴിയുന്നിടത്തോളം ഒച്ച കേൾപ്പിക്കാതെ വരണമെന്നാ വിചാരിച്ചത്, അതുകൊണ്ടാ. ജയന്തൻ തിരിഞ്ഞ് വാതിലടച്ച് ഓടാമ്പലിട്ടു. അഞ്ജലിയുടെ നെറ്റി ചുളിഞ്ഞു. എന്തിനാ വാതിലടച്ചത്? എനിക്ക് നിന്നോട് കുറെ സംസാരിക്കാനുണ്ട്. അതിനിടയ്ക്ക് ആരും ഇങ്ങോട്ട് തള്ളിക്കയറി വരരുത്. എന്താ നിങ്ങൾക്ക് സംസാരിക്കാനുള്ളത്? പറയാം, എല്ലാം പറയാം, ധൃതി വെക്കാതെ. ആ വാതിൽ തുറന്നിട്. വാതിലടച്ചുകൊണ്ട് സംസാരിക്കാനുള്ള മുറിയല്ലത്. എനിക്ക് കുറെ രഹസ്യങ്ങൾ പറയാനുണ്ട്. ഒരു വല്ലാത്ത ചിരിയോടെ ജയന്തൻ അവളുടെ നേർക്കടുത്തു. അയാളുടെ കണ്ണുകളിലെ ക്രൗര്യവും ഭാവവും അവളെ ഭയപ്പെടുത്തി. ജയന്തൻ, അടുത്ത് വരരുത്. ഞാൻ ഒച്ചയിടും, പറഞ്ഞേക്കാം. അവൾ പതുക്കെ പിന്നോക്കം നീങ്ങി. നിനക്കെന്താ, എന്നെ പേടിയാണോ? ജയന്തൻ ചിരിച്ചു. അഞ്ജലി കട്ടിലിൽ തടഞ്ഞ് നിന്നു. എടി, കഴിഞ്ഞ 10 കൊല്ലമായിട്ട് നിന്നെ മാത്രം മോഹിച്ച് നടന്നവനാ ഞാൻ. ചുമ്മാതല്ല, എനിക്ക് അവകാശമുണ്ടായിരുന്നു. എന്റെ മുറപ്പെണ്ണായിരുന്നു നീ. അന്നൊന്നും നീ എന്നെ വേണ്ടെന്ന് പറഞ്ഞില്ല. നമ്മുടെ കല്യാണം നടത്താൻ വീട്ടുകാർ തമ്മിൽ ധാരണയുണ്ടെന്ന് നിനക്കറിയാമായിരുന്നിട്ടും നീ എതിർത്തൊരു വാക്ക് പറഞ്ഞില്ല. ഇടയ്ക്ക് എവിടെയോ വെച്ച് നിനക്കൊരു കാമുകനെ കിട്ടി, ആ പത്രക്കാരൻ പന്ന റാസ്കൽ. അപ്പോൾ നിനക്കെന്നെ വേണ്ടാതെയുമായി, അല്ലേടി? എനിക്ക് നിങ്ങളെ വേണ്ടെന്ന് വെക്കാൻ അവകാശമുണ്ട്. ജയേട്ടന് ഞാനൊരിക്കലും വാക്ക് തന്നിട്ടില്ല, പ്രേമം ഭാവിച്ചിട്ടില്ല. എനിക്ക് പ്രായവും പക്വതയുമില്ലാതിരുന്ന കാലത്ത് വീട്ടുകാർ തമ്മിലുള്ള ധാരണയെ എതിർത്ത് ഞാനൊന്നും പറഞ്ഞില്ല. എന്നാൽ ഇന്നെനിക്ക് ഒരു തീരുമാനമെടുക്കാനുള്ള കഴിവുണ്ട്. ഭർത്താവായി ആരെ വേണമെന്ന് നിശ്ചയിക്കാനുള്ള അവകാശമുണ്ട്. ജയേട്ടൻ എന്നെ ആശിച്ചതുപോലെ തന്നെ എനിക്കും ഒരു പുരുഷനെ ആശിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, അഞ്ജലി വീറോടെ പറഞ്ഞു. നീ എന്തിനെന്നെ മണ്ടൻ കളിപ്പിച്ചു? ഞാൻ ആരെയും മണ്ടൻ കളിപ്പിച്ചിട്ടില്ല. എന്നാൽ ഞാൻ തന്നെത്താൻ കളിച്ചതായിരിക്കും. ഏതായാലും ഈ മണ്ടൻ കളി ഇവിടെ അവസാനിപ്പിച്ചേക്കാം. ജയന്തൻ അവളുടെ തൊട്ടു മുമ്പിലേക്ക് വന്നു. എന്നെ അപമാനിച്ചത് പോകട്ടെ, കല്യാണാലോചനയ്ക്ക് വന്ന എന്റെ അച്ഛനെയും അമ്മയെയും നീ അപമാനിച്ചില്ലേ? ഇരുട്ടടി കിട്ടിയതുപോലെയാണ് അവരെന്ന് വീട്ടിൽ തിരിച്ചെത്തിയത്. നിനക്കും അത്തരമൊരെണ്ണത്തിന്റെ ആവശ്യമുണ്ട്. ജയേട്ട, മുറിക്ക് പുറത്തു പോകുന്നതാണ് നല്ലത്. വെറുതെ കുഴപ്പമുണ്ടാക്കരുത്. അവൾ ഉള്ളിലെ പേടി മറച്ചുകൊണ്ട് വീറോടെ വാതിൽക്കലേക്ക് കൈ ചൂണ്ടി. പോടി, ചുമ്മാ ഭീഷണിപ്പെടുത്തല്ലേ. അയാൾ അവളെ കട്ടിലേക്ക് തള്ളിയിട്ടു. കിടക്കയിൽ മലർന്നു വീണ അവളുടെ മീതയ്ക്ക് അയാളും വീണു. ഏതോ ദുർമന്ത്രവാദി 3 രാവും പകലും ചവച്ചു തുപ്പിയ ശരീരമല്ലേടി ഇത്. നീ ചാരിത്രവതി ചമയുകയൊന്നും വേണ്ട. ജയന്തന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാൻ അഞ്ജലി സർവ്വ കരുത്തുമെടുത്ത് കുതറി. ഞാൻ നിലവിളിക്കും, ഉറക്കെ നിലവിളിക്കും. അതൊക്കെ നിന്റെ ഇഷ്ടം. വേണ്ടെന്നൊന്നും ഞാൻ പറയില്ല. കുതറിക്കൊണ്ടിരുന്ന അഞ്ജലിയുടെ 2 കൈയും പിടിച്ച് കിടക്കയോട് ചേർത്ത് വെച്ചിട്ട് ജയന്തൻ അവളുടെ വയറിന് മീതെ കയറിയിരുന്നു. കാണട്ടെടി നിന്റെ ശൗര്യം. അവൾ വീണ്ടും കുതറാൻ ശ്രമിച്ചപ്പോൾ അയാൾ അവളുടെ ഇരുചകിട്ടത്തും മാറി മാറി 4-5 അടി അടിച്ചു. ഒന്നുകിൽ മാനഭംഗപ്പെടുത്തിയെന്ന് എനിക്കെതിരെ നീ കേസ് കൊടുക്ക്. അതല്ല, ഞാൻ കാരണം മാനം പോയല്ലോ, ഇനി കെട്ടാൻ ആള് വരികയില്ലല്ലോ എന്ന പേടിയാണെങ്കിൽ ഞാൻ തന്നെ നിന്നെ കെട്ടിക്കൊള്ളാം. അഞ്ജലി ഒന്നുകൂടി കുതറി നോക്കിയെങ്കിലും ക്രമേണ അവളുടെ ശക്തി ക്ഷയിച്ചു. എതിർപ്പ് തീരെ ദുർബലമായി. അതുമല്ല, പുറത്താരും അറിയാതെ ഇത് മനസ്സിൽ തന്നെ സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് 2 പേർക്കും നന്ന്. പിന്നെ നീയേത് പത്രക്കാരനെ കെട്ടിയാലും എനിക്ക് വിരോധമില്ല. ജയന്തൻ പിറുപിറുത്തു. ഇത്രയെങ്കിലും എനിക്ക് വേണം. 10 കൊല്ലം മോഹിച്ച് പുറകെ നടന്നതല്ലേ. തീരെ നഷ്ടം വരരുതല്ലോ. ജയന്തനെ തള്ളിമാറ്റാൻ അവസാന ശക്തിയും സംഭരിച്ച് അവൾ ശ്രമിച്ചു. പക്ഷേ ജയന്തന്റെ കരുത്ത് അനുനിമിഷം കൂടിക്കൂടി വന്നു. ഹാളിൽ ടെലിഫോൺ ശബ്ദിച്ചുകൊണ്ടിരുന്നു. വേലക്കാരി വന്ന് നോക്കിയപ്പോൾ ആരെയും കണ്ടില്ല. അവൾ കോണിപ്പടി കയറി മുകളിലത്തെ നിലയിലെത്തി. അഞ്ജലി കിടക്കുന്ന മുറിയുടെ വാതിൽ അടഞ്ഞു കിടക്കുന്നു. അവൾ വാതിലിൽ മുട്ടി വിളിച്ചു. അകത്ത് ജയന്തന്റെ ആക്രമണത്തിനെതിരെ ഒരവസാന ചെറുത്തുനിൽപ്പ് കൂടി നടത്താൻ ശ്രമിക്കുകയായിരുന്നു അഞ്ജലി. ജയന്തനാണെങ്കിൽ അവളുടെ മേൽ തന്റെ അധീശത്വം പൂർണ്ണമാക്കാനുള്ള വെമ്പലിലുമായിരുന്നു. വാതിലിൽ തുടരെ തുടരെ മുട്ടുന്ന ശബ്ദം കേട്ട് അയാൾ ഞെട്ടി. അഞ്ജലിയുടെ മാതാപിതാക്കളോ സഹോദരങ്ങളോ തിരിച്ചെത്തിയതാണെന്ന് അയാൾ വിചാരിച്ചു.
ആ ഒരു നിമിഷത്തെ അയാളുടെ അമ്പരപ്പ് മുതലെടുത്ത് അഞ്ജലി അയാളെ ചവിട്ടിത്തള്ളി. അവളുടെ വസ്ത്രത്തിന്റെ കുടുക്കുകളിൽ നിന്നും അയാളുടെ കൈ വിട്ടുപോയി. അഞ്ജലി തപ്പിപ്പിടഞ്ഞ് എഴുന്നേറ്റ് വസ്ത്രം നേരെ വലിച്ചിട്ടു. ജയന്തന്റെ മുഖം പാടെ വിളറിപ്പോയി. ഈ അവസ്ഥയെ എങ്ങനെ നേരിടണമെന്ന് അയാൾക്ക് മനസ്സിലായില്ല. ഓടി ഒളിക്കാനായിരുന്നു അയാൾക്ക് വെമ്പൽ. അഞ്ജലി താറുമാറായ മുടി കുടഞ്ഞൊതുക്കി മാറിലേക്കിട്ട് വാതിൽക്കലേക്ക് നീങ്ങി. നോക്ക്, അയാൾ കടപ്പല്ല് ഞെരിച്ചുകൊണ്ട് ഭീഷണിപ്പെടുത്തി. എന്നെ ഒറ്റിക്കൊടുത്താൽ ഞാനും നീയും നാളത്തേക്ക് ജീവിച്ചിരിക്കാൻ പോകുന്നില്ല. അഭിമാനത്തിനും ആശയ്ക്കും മുറിവേറ്റവനാ ഞാൻ, പിശാച്. അയാൾ വേഗം അറ്റാച്ച്ഡ് ബാത്റൂമിലേക്ക് കയറി വാതിലടച്ചു. അഞ്ജലി മുറിയുടെ വാതിൽ തുറന്നു. വേലക്കാരി ഉറങ്ങുമായിരുന്നോ? അവൾ ആകെ ഉലഞ്ഞ് വല്ലാതിരിക്കുന്നത് കണ്ട് വേലക്കാരി ചോദിച്ചു. അഞ്ജലിയുടെ പേടിയും വിളർച്ചയും അപ്പോഴും മാറിയിരുന്നില്ല. തന്റെ കാലുകൾ വിറയ്ക്കുന്നുണ്ടെന്ന് അവൾക്ക് തോന്നി. ദേ, ഫോൺ മണിയടിക്കാൻ തുടങ്ങിയിട്ട് എത്ര നേരമായി? അഞ്ജലി നേരെ കോണിപ്പടി ഇറങ്ങി താഴേക്ക് പോയി. വിറളി പിടിച്ചിട്ടെന്ന പോലെ ഇടവിടാതെ മണിശബ്ദം കേൾപ്പിച്ചുകൊണ്ടിരുന്ന ഫോണിനടുത്തേക്ക് അഞ്ജലി ചെന്നു. അവൾ റിസീവർ എടുക്കാൻ കൈ നീട്ടിയതും മണിയച്ച നിന്നു. എന്നിട്ടും അവൾ റിസീവർ എടുത്ത് കാതോട് ചേർത്ത് പിടിച്ചു. ഒട്ടുനേരം അങ്ങനെ തന്നെ നിന്നു. നേർത്ത മുരൾച്ചയല്ലാതെ ഒന്നും കേട്ടില്ല. അവൾ റിസീവർ ക്രാഡലിൽ വെച്ചിട്ട് പൂമുഖത്തേക്ക് പോയി. പൂച്ചെടികൾക്കരികിൽ ചെന്ന് നിന്ന് മുകളിലേക്ക് നോക്കി. ബാത്റൂമിന്റെ വെന്റിലേറ്റർ കാണാം. ജയന്തൻ അതിനുള്ളിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. അവളുടെ ഭയവും സംഭ്രാന്തിയും വിട്ടുമാറുന്നതേയുണ്ടായിരുന്നുള്ളൂ. കുഴഞ്ഞു വിറച്ചിരുന്ന കൈകാലുകൾക്ക് കരുത്ത് വീണ്ടുകിട്ടി തുടങ്ങി. മൃഗം. അവളുടെ കണ്ണുകളിൽ രോഷം കത്തി. കാട്ടുകുതിരയുടെ കരുത്തോടെയുള്ള ആ ആക്രമണത്തിന് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ വിഷമിച്ചു പോയി താൻ. ജയേട്ടന് ഇങ്ങനെയൊരു മൃഗീയ മുഖമുണ്ടായിരുന്നുവോ? പറഞ്ഞാൽ ആര് വിശ്വസിക്കും? പുറമേ ശുദ്ധൻ, ശാന്തൻ, മാന്യൻ, വിനന്യതൻ. അവൻ തന്നെ ചുംബിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നപ്പോൾ ആ മുഖത്ത് വിങ്ങി ത്രസിച്ച തൃഷ്ണ പൊള്ളിക്കുകയാണ് വേണ്ടത്, ആളിക്കത്തുന്ന തീവട്ടി കൊണ്ട്. ഇനി അയാൾ കണ്ണുകളിൽ കാമാർത്തി നിറച്ചുകൊണ്ട് പെൺകുട്ടികളെ നോക്കരുത്. ആ ചുണ്ടുകൾ കൊണ്ട് ഒരു പെണ്ണിനെയും ബലാൽ ചുംബിക്കാൻ പോകരുത്. അവൾ അങ്ങനെ ആലോചിച്ചു നിൽക്കെ ഒരു കള്ളനെ പോലെ പരിങ്ങിക്കൊണ്ട് ജയന്തൻ ഇറങ്ങി. പൂമുഖത്തെത്തിയ അയാൾ അഞ്ജലിയുടെ സമീപത്തേക്ക് വന്നു. പകയോടെ അവളെ നോക്കി. നടന്നത് നമ്മൾ രണ്ടുപേരും മാത്രം അറിഞ്ഞാൽ മതി. മൂന്നാമതൊരാൾ അറിഞ്ഞാൽ പിന്നെ നീ ജീവിച്ചിരിക്കില്ല. കൊന്നിട്ട് ഞാൻ ആത്മഹത്യ ചെയ്യും, ഓർമ്മയിരിക്കട്ടെ. അയാളുടെ സ്വരത്തിന് ഭീഷണി മാത്രമല്ല, ഭയവും ഉണ്ടായിരുന്നു. ഗേറ്റ് കടന്ന് അയാൾ റോഡിലൂടെ വടക്കോട്ട് നടന്നുപോയി. കുറച്ചകലെയുള്ള ജയന്തന്റെ വീട്ടിലേക്ക്. വലിയ മംഗലത്ത് വീടിന്റെ പൂമുഖത്ത് നിന്നാൽ റോഡിനങ്ങേയറ്റത്തുള്ള വീട് കാണാം. സന്ധ്യയ്ക്ക് മുമ്പ് കുടുംബാംഗങ്ങളെല്ലാം തിരിച്ചെത്തി. അഞ്ജലി വിശേഷിച്ചെന്തെങ്കിലും സംഭവിച്ചതായി ഭാവിച്ചില്ല. ആരോടും ഒന്നും പറഞ്ഞുമില്ല. അധ്യായം 11. അത്താഴവും നിലാവത്ത് കൂടിയുള്ള അരമണിക്കൂർ നടത്തവും കഴിഞ്ഞ് ജയന്തൻ തിരികെ വീട്ടിനുള്ളിൽ കടന്നു. ടിവിയിലെ ന്യൂസ് കേട്ടു. നാളത്തെ പരിപാടികളുടെ അറിയിപ്പും കേട്ടു. എന്നാൽ ഒന്നും മനസ്സിൽ തങ്ങി നിന്നില്ല. ഉള്ളിൽ പുകയുന്ന അസ്വസ്ഥത പുറമെ പ്രകടിപ്പിക്കാതെ അയാൾ ഇതുവരെ കഴിഞ്ഞു. ശരി, ഇനി അല്പമൊന്ന് ഉറങ്ങാൻ നോക്കാം. അയാൾ കിടപ്പറയിലേക്ക് പോന്നു. വാതിലടച്ചിട്ട് ഒരു സിഗരറ്റിന് തീ പിടിപ്പിച്ചു. അത് വലിച്ചുകൊണ്ട് മുറിയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. സിഗരറ്റ് കുറ്റി കുത്തിക്കെടുത്തി കഴിഞ്ഞപ്പോൾ ഇനിയെന്ത് ചെയ്യണമെന്നറിയാതെ പെട്ടെന്ന് പകച്ചു. മുമ്പിലൊരു ബ്ലാക്ക് ഹോൾ വായ് വിടർത്തി നിൽപ്പുണ്ടെന്ന് തോന്നി. അയാൾ കിടക്കയിൽ വീണു. അഞ്ജലി വീട്ടിലുള്ളവരോട് സംഭവത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടാകുമോ? അവളുടെ സ്വഭാവം വെച്ച് നോക്കിയാൽ പറയേണ്ടതാണ്. അവരത് വിശ്വസിക്കുമോ? കരഞ്ഞും പിഴിഞ്ഞും ഒരു പെണ്ണ് കാര്യങ്ങൾ വിവരിക്കുമ്പോൾ നുണയാണെങ്കിൽ തന്നെ മനുഷ്യർ വിശ്വസിച്ചു പോകും. സത്യത്തിന്റെ കഥ പറയാനുമില്ല. പറഞ്ഞാലെന്ത്, അവർ വിശ്വസിച്ചാലെന്ത്? ഒരു ചുക്കും ചെയ്യാനില്ല. തനിക്ക് വിവാഹം ചെയ്തു തരാമെന്ന് വാക്കു പറഞ്ഞ തന്റെ മുറപ്പെണ്ണിനോടാണ് ഞാൻ ഇടപെട്ടത്. നിങ്ങൾക്കത്ര ദണ്ണമായി പോയെങ്കിൽ ഇങ്ങി വിട്ടേക്കൂ, ഞാൻ ഏറ്റു. വേണമെങ്കിൽ അപമാനകരമായി പെരുമാറിയിട്ടില്ലെന്ന് തർക്കിക്കുകയും ചെയ്യാം. അവളുടെ കയ്യിലൊന്ന് പിടിച്ചു വലിച്ചു. ഒന്ന് ചുംബിക്കാൻ ശ്രമിച്ചു. അവൾക്കിഷ്ടപ്പെട്ടില്ല, അത്ര തന്നെ. വീട്ടുകാർ തമ്മിലുള്ള ബന്ധം വല്ലാതാകുമോ എന്നാണൊരു പേടി. ഇപ്പോൾ തന്നെ ഒരു ഉലച്ചിലുണ്ട്. വേണ്ടെന്ന് പറഞ്ഞവളുടെ പുറകെ എന്തിനു പോയി എന്ന് അച്ഛനും അമ്മയും ചോദിച്ചാൽ മറുപടിയില്ല. ആകെ കുറച്ചിലാകും. ഏതായാലും താൻ ചെയ്തത് തെറ്റൊന്നുമല്ലെന്ന് തന്നെ അയാൾ വിചാരിച്ചു. അഞ്ജലിയെ തന്റെ കാൽക്കീഴിൽ കിട്ടിയതായിരുന്നു. വാതിലിൽ മുട്ടി വിളിച്ചത് വേലക്കാരിയാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ വിട്ടുകൊടുക്കുകയുമില്ലായിരുന്നു.
ഇതുപോലൊരു അവസരം ഇനി കിട്ടാനില്ല. എത്ര കാലം കൊതിച്ചു കാത്തിരുന്നതാണ്. അവളുടെ ചന്തത്തിൽ കുറച്ചൊന്നുമായിരുന്നില്ല അഭിനിവേശം. അവൾ ആരോടും അക്കാര്യം പറയാതിരുന്നാൽ മതിയായിരുന്നു. ഇതുവരെ പ്രതികരണമൊന്നും ഉണ്ടായിരുന്നില്ല. അതിനർത്ഥം അവൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ കാര്യമത്ര രൂക്ഷമായില്ല എന്നാണ്. വലിയ മംഗലത്തേക്ക് ഒന്ന് വിളിച്ചു നോക്കിയാലോ? ജയന്തൻ എഴുന്നേറ്റ് വാതിൽ തുറന്ന് ഫോണിരിക്കുന്ന മുറിയിലെത്തി. ഫോണിലൂടെ അല്പസമയം കരുണാകരൻ നമ്പ്യാരുമായി കുശലം പറഞ്ഞു. ഫോൺ വയ്ക്കുമ്പോൾ ആശ്വാസമായിരുന്നു ജയന്തന്. അഞ്ജലി ഒന്നും വിട്ടു പറഞ്ഞിട്ടില്ല. അവൾക്ക് തന്നെ ഭയമുണ്ട്. അയാൾ സമാധാനത്തോടെ കിടക്കയിൽ ചെന്ന് പറ്റി. വൈകാതെ ഉറങ്ങുകയും ചെയ്തു. അഗ്നിയുടെ ഇരമ്പൽ പോലെ എന്തോ ശബ്ദം കേട്ട് ജയന്തൻ ഞെട്ടി ഉണർന്നു. വാതിൽ മെല്ലെ തുറന്നു വരുന്നത് കാണായി. അഞ്ജലി. അവളുടെ കയ്യിൽ ആളിക്കത്തുന്ന തീവെട്ടി. അവളുടെ മുടി ബലാത്കാര ശ്രമത്തിൽ പെട്ടെന്ന പോലെ അഴിഞ്ഞുലഞ്ഞ് തോളത്തും മാറത്തും ചിതറിക്കിടന്നു. തീവെട്ടിയിലെ അഗ്നിജ്വാലയിൽ അവളുടെ കലങ്ങിയ കണ്ണുകളും കണ്ടു. അവളുടെ മിനുപ്പാർന്ന കവളുകൾ ചുവന്നു ജ്വലിച്ചിരുന്നു. പതുക്കെ പതുക്കെ അവൾ ജയന്തന്റെ കിടക്കയെ സമീപിച്ചു. അഞ്ജു. അയാൾ ഭയന്ന് വിളിച്ചു. അവളുടെ ചുണ്ടിൽ ചോരത്തുടിപ്പുള്ള ഒരു മന്ദഹാസം വിടർന്നു. അഞ്ജു, നീ രാത്രിയിൽ തനിച്ച് എന്തിനു വന്നു? എന്തിന്? അവൾ നിഷേധാർത്ഥത്തിൽ തലയാട്ടി. നീ എങ്ങനെ വന്നു ഈ പാതിരായ്ക്ക്? നീ എന്താ ഇങ്ങനെ നോക്കുന്നത്? അടുത്തു വരരുത്, പ്ലീസ്, അടുത്തു വരല്ലേ. ജയന്തൻ ഭയന്ന് പിന്നോക്കം നിരങ്ങി ചുമരോട് പറ്റിച്ചേർന്നു. അഞ്ജലി അവന്റെ മുഖത്തിന് നേർക്ക് തീവെട്ടി നീട്ടി. അഞ്ജു, അത് കളയി, പ്ലീസ്. അവൾ അയാളുടെ മുഖം ചേർത്ത് തീവെട്ടി വീശി. മീശയിലും മുടിയിലും തീയാളി പിടിച്ചു കരിഞ്ഞു. അയ്യോ! ജയന്തൻ നിലവിളിച്ചു. അവൾ വീണ്ടും തീവെട്ടി വീശി. മുടി കരിഞ്ഞ ഗന്ധം മുറിയിൽ നിറഞ്ഞു. ജയന്തൻ ആഞ്ഞു തട്ടിയെങ്കിലും ആ തീവെട്ടി താഴെ കളയാൻ അയാൾക്ക് കഴിഞ്ഞില്ല. ഇത്തവണ അയാളുടെ ചുണ്ടുകളും മൂക്കും പൊള്ളി. കൺപീലികളും പുരികവും കരിഞ്ഞു. അയ്യോ, കൊല്ലുന്നേ! ജയന്തൻ അലറി വിളിച്ചു. തീജ്വാലകളേറ്റ് നിലവിളി മുറിഞ്ഞു. അയാളുടെ മുഖം പൊള്ളിക്കൂടുന്നു. വെന്ത മാംസത്തിന്റെ ഗന്ധം വായുവിൽ കലർന്നു. നിലവിളി കേട്ട് വീട്ടുകാരെല്ലാം ഉണർന്നു. എല്ലായിടത്തും ലൈറ്റിട്ടു. അത് ജയന്തന്റെ മുറിയിൽ നിന്നാണല്ലോ എന്ന് ആശങ്കപ്പെട്ടുകൊണ്ട് കുടുംബാംഗങ്ങളെല്ലാം അവന്റെ മുറിയിലേക്ക് വന്നു. അപ്പോൾ അഞ്ജലി വാതിൽ കടന്ന് സിറ്റിംഗ് റൂമിലൂടെ നടന്ന് തുറന്നു കിടന്ന പ്രവേശന കവാടത്തിലൂടെ മുറ്റത്തേക്കിറങ്ങി പോകുന്നത് കണ്ടു. അഞ്ജലിയല്ലേ അത്? ആരോ പറഞ്ഞു. അവളെന്തിനു വന്നു ഇവിടെ ഈ പാതിരാത്രിയില്? അവളെന്താ നമ്മളെ കണ്ടിട്ടും ഒന്നും മിണ്ടാതെ ഇറങ്ങി പൊക്കളഞ്ഞത്? അപ്പോൾ വീണ്ടും ജയന്തന്റെ മുറിയിൽ അമർത്തിയ നിലവിളിയും ഞരക്കവും കേട്ടു. ഉടൻ കുടുംബാംഗങ്ങളെല്ലാം അങ്ങോട്ടോടി. ജയന്തൻ കണ്ണുകൾ പോലും തുറക്കാനാകാതെ കിടക്കയിൽ കിടന്ന് പിടയുകയായിരുന്നു. അവന്റെ മുഖം കണ്ട് അവരെല്ലാം ഞെട്ടിപ്പോയി. അമ്മേ, അവളെന്നെ കൊന്നു, എന്നെ തീവെച്ചു കൊന്നു, എന്നെ കൊണ്ടുപോ, എവിടെയെങ്കിലും കൊണ്ടുപോ. അയാൾ പല്ല് കടിച്ചമറി. ആരോ ഓടിപ്പോയി ഫ്രിഡ്ജ് തുറന്ന് കുറെ ഐസ് വാട്ടർ എടുത്തു കൊണ്ടുവന്ന് അയാളുടെ തലയിലൊഴിച്ചു. പൊള്ളലിനുള്ള ലേപനം തേടി മറ്റൊരാൾ പരക്കം പാഞ്ഞു. ജയന്തന്റെ അനുജൻ അശോകൻ ഗേറ്റ് കടന്ന് റോഡിലേക്കിറങ്ങി. അഞ്ജലി കുറെ മുമ്പിലായി നടന്നു പോകുന്നത് സ്ട്രീറ്റ് ലൈറ്റിന്റെ വെളിച്ചത്തിൽ വ്യക്തമായി കാണാമായിരുന്നു. ഇളം മഞ്ഞ നിറത്തിലുള്ള ഒരു ഹൗസ് കോട്ടാണ് അവൾ അണിഞ്ഞിരുന്നത്. അത് നനഞ്ഞതുപോലെ ദേഹത്തോട് ഒട്ടിക്കിടക്കുന്നു. പിന്നോട്ട് വിതർത്തിട്ട് അറ്റം കെട്ടിയ മുടിയിൽ പിച്ചിപ്പൂമാല ചൂടിയിരുന്നു. രണ്ട് ചെവികളുടെയും മുകളിൽ നിന്നും ആരംഭിച്ച് തലയുടെ പിന്നിലെത്തി ഒരുമിച്ച് താഴേക്ക് പോകുന്ന ഒരു നേർത്ത മുടിപ്പിന്നലുമുണ്ടായിരുന്നു. ഹോയ്! അശോകൻ കൈപൊക്കി ഉറക്കെ വിളിച്ചു. അഞ്ജലി തിരിഞ്ഞു നോക്കുകയോ നിൽക്കുകയോ ചെയ്തില്ല. അഞ്ജു! കേട്ട ഭാവമില്ല. അഞ്ജു, അവിടെ നിൽക്കാൻ, ഞാനാണ് പറയുന്നത്. അശോകൻ! അവൾ കൂസാതെ നടക്കുകയാണ്. അശോകന് കലി ബാധിച്ചു. നിൽക്കടി അവിടെ. അശോകനും അഞ്ജലിയും ഒരേ പ്രായക്കാരാണ്. അവൾ നിൽക്കുന്നില്ലെന്ന് കണ്ടപ്പോൾ അവൻ പുറകെ ഓടി. അഞ്ജലി വേഗം കൂട്ടിയത് കൊണ്ടാണോ അതോ തന്റെ ഓട്ടം പതുക്കെയായത് കൊണ്ടാണോ എന്ന് അവന് തിരിച്ചറിയാൻ പറ്റിയില്ല. അവളുടെ ഒപ്പമെത്താൻ അവനെ കൊണ്ട് സാധിച്ചതേയില്ല. വലിയ മംഗലത്ത് തറവാടിന്റെ ഗേറ്റിലെത്തിയപ്പോഴേക്കും അവൻ വിയർപ്പിൽ മുങ്ങിക്കുളിച്ചിരുന്നു. ഓടിയണച്ച നായയെപ്പോലെ കിതയ്ക്കുകയും ചെയ്തു. നെഞ്ചും ശ്വാസകോശവുമെല്ലാം ഇളകിപ്പറഞ്ഞ് തൊണ്ടയിലേക്ക് വരികയാണെന്ന് തോന്നി. അഞ്ജലി പൂമുഖത്ത് എത്തിക്കഴിഞ്ഞിരുന്നു. വാതിൽ തുറന്ന് അവൾ അകത്തേക്ക് കയറിപ്പോയി. എന്തു ചെയ്യണമെന്നറിയാതെ അശോകൻ ഗേറ്റിൽ പിടിച്ചുകൊണ്ട് അല്പസമയം നിന്നു. വലിയ മംഗലത്തെ കൂറ്റൻ വളർത്തുനായ്ക്കൾ കുരച്ചുകൊണ്ട് ഗേറ്റിലേക്ക് വന്നു.
ഗേറ്റിലെത്തിയപ്പോൾ അശോകനെ തിരിച്ചറിഞ്ഞ് കുരയ്ക്കുന്നത് നിർത്തി. അഴികൾക്കിടയിലൂടെ മോന്ത കടത്തി അവറ്റകൾ അശോകനെ മണം പിടിക്കുകയും കാലിൽ നക്കുകയും ചെയ്തു. അശോകൻ വേഗം തിരിഞ്ഞു നടന്നു. റോഡിന്റെ അങ്ങേയറ്റത്ത് തന്റെ വീടിന്റെ വെളിച്ചം കാണാം. അത് അകലെയാണെന്ന് തോന്നി. ഇത്ര ദൂരം താൻ ഓടിയോ? അതും ഇത്രയും പെട്ടെന്ന്? അവന് അതിശയം തോന്നി. അവൻ തിരികെ വീട്ടിലെത്തിയപ്പോൾ വീട്ടിൽ എല്ലാവരും ചേർന്ന് ജയന്തനെ കാറിൽ കയറ്റുകയാണ്. ജയന്തൻ പൊള്ളിപ്പുകഞ്ഞ് ഞെളിവിരി കൊള്ളുന്നുണ്ട്. അശോകനും വേഗം വണ്ടിയിൽ കയറി. അവൾ എന്തിയടാ ആ തെണ്ടിച്ചി? അച്ഛൻ ക്ഷുഭിതനായി ചോദിച്ചു. പോയി. അത് അവള് തന്നല്ലേ, അഞ്ജലി? അതെ അച്ഛ. കണ്ടോ നീ ശരിക്ക്? നിനക്കവളെ പിടിച്ചു നിർത്തി ചോദിക്കാൻ മേലായിരുന്നോ? എന്ത് തെമ്മാടിത്തരമാ കാണിച്ചതെന്ന്? ജയന്തന്റെ മുഖം മുഴുവൻ പൊള്ളിക്കരിച്ച് വെച്ചിരിക്കുന്നത് കണ്ടില്ലേ? ഞാൻ പുറകെ ഓടിയതാണ് അച്ഛ. അപ്പോഴേക്കും അവൾ ഗേറ്റ് കടന്ന് പൊയ്ക്കളഞ്ഞു. നീ ഓടിയിട്ട് അവളുടെ ഒപ്പമെത്താൻ പറ്റിയില്ലെന്നോ? അവൾ കുറെ അകലെയായിരുന്നു. ഇവിടെ നിറങ്ങുമ്പോൾ നിങ്ങൾ തമ്മിൽ 50 വാര പോലും അകലമില്ലായിരുന്നല്ലോടാ. നിന്നെ കണ്ട് അവളും ഓടിയോ? ഇല്ല, അവൾ നടക്കുകയായിരുന്നു. നല്ല വേഗത്തിലായിരിക്കും നടന്നത്. എന്നാലും ഇത് കുറെ ഭയങ്കരമായി പോയല്ലോ. എന്റെ ഈശ്വര, എന്റെ മോനോട് എങ്ങനെ അവൾക്കിത് ചെയ്യാൻ തോന്നി? അമ്മ വിലപിച്ചു കൊണ്ടിരുന്നു. കണ്ണേ പൊന്നെന്ന് വിളിച്ച് അവളെ സ്നേഹിച്ചോണ്ട് നടന്ന ഇവനോട് തന്നെ ചെയ്തല്ലോ. അവളുടെ പേരും ജപിച്ചോണ്ടല്ലായിരുന്നോ ഇവൻ ജീവിച്ചത്? എന്നിട്ട് വണ്ടി ആശുപത്രിയിലേക്ക് പാഞ്ഞു. അവളീ പാതിരാത്രിക്ക് പന്തവും കൊളുത്തിപ്പിടിച്ചോണ്ട് ഒറ്റയ്ക്ക് ഇറങ്ങി വന്നതാണ് അതിശയം. ലോകത്ത് ഏത് പെൺപിള്ളേരായാലും ഒച്ച അനക്കമില്ലാത്ത ഈ നട്ട പാതിരയ്ക്ക് വെളിയിലിറങ്ങാൻ ധൈര്യപ്പെടുമോ? അവൾക്ക് എന്തുമാത്രം വൈരാഗ്യമുണ്ടായിട്ടാ 3/4 ഫർലോങ് നടന്ന് ഇവിടെത്തി ഈ കടുംകൈ ചെയ്തിട്ട് പോയത്? അച്ഛൻ തന്റെ അമ്പരപ്പ് പ്രകടിപ്പിച്ചു. അടച്ചിട്ടിരുന്ന വാതിലൊക്കെ എങ്ങനെ അവള് തുറന്നെന്ന അത്ഭുതം. അശോകൻ പറഞ്ഞു. വാതില് ശരിക്കടച്ച് കാണില്ല, മറന്നുപോയി കാണും, അമ്മ അഭിപ്രായപ്പെട്ടു. എന്നാലും 3 വാതിലും അടയ്ക്കാൻ മറക്കോ? ഗസ്റ്റ് റൂമിന്റെ വാതിലും ഹാളിന്റെ വാതിലും ജയന്റെ വാതിലും കടന്നു വന്നല്ലേ അവൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. ഇനി അഥവാ മറന്നെന്ന് തന്നെ കരുതാം. നമ്മളിങ്ങനെ വാതിലടയ്ക്കാൻ മറക്കുമെന്ന് തീർച്ചയുള്ളത് കൊണ്ടായിരുന്നോ ഇന്നു തന്നെ അവൾ പാതിരയ്ക്ക് പന്തവും കൊളുത്തി ഇറങ്ങി പുറപ്പെട്ടത്? ഏതായാലും അതവളാണെന്ന് ബോധ്യമായല്ലോ. അമ്മ ഉറപ്പാക്കാൻ വേണ്ടി ചോദിച്ചു. ഉറപ്പാ? അശോകൻ പറഞ്ഞു. ഞാൻ കണ്ടതല്ലേ അവൾ മംഗലത്ത് വീട്ടിലേക്ക് കയറിപ്പോകുന്നത്. അശോകൻ കട്ടായം പറഞ്ഞു. ആശുപത്രിയിൽ നിന്ന് വരട്ടെ, അവളെയൊന്ന് കണ്ടിട്ട് തന്നെ കാര്യം. കേസ് കൊടുക്കുക വേണ്ടത് പോലീസിൽ. ആശുപത്രിയിലെത്തി. ജയന്തന് അടിയന്തര ശുശ്രൂഷകൾ കിട്ടാൻ ഏർപ്പാടാക്കി. പരിശോധനയും പരിചരണവുമൊക്കെ കഴിഞ്ഞ് ജയന്തനെ മുറിയിലേക്ക് മാറ്റി ഡോക്ടർ പറഞ്ഞു. പേടിക്കാനൊന്നുമില്ല. സുഖപ്പെട്ടു കഴിയുമ്പോൾ തീ പൊള്ളിയ പാടുകൾ ശേഷിക്കുമെന്നേയുള്ളൂ. മുഖത്തിന്റെ ഭംഗി നഷ്ടപ്പെടും. പ്ലാസ്റ്റിക് സർജറി നടത്തിയാൽ മുഖഭംഗി വീണ്ടെടുക്കാം. ആരും ഒന്നും മിണ്ടിയില്ല. മുഖം മാത്രം ഇങ്ങനെ പൊള്ളിയതാണ് അതിശയം. തീപ്പൊള്ളൽ കേസുകൾ പലതും ഞാൻ കൈകാര്യം ചെയ്തിട്ടുണ്ട്, പക്ഷെ ഇങ്ങനെ ഇതാദ്യമാണ്, ഡോക്ടർ പറഞ്ഞു. കുനിഞ്ഞിരുന്ന് പെട്രോമാക്സ് കത്തിച്ചപ്പോൾ പെട്ടെന്ന് തീയാളി പിടിച്ചു. അങ്ങനെ പറ്റിയതാ, ജയന്തന്റെ അച്ഛൻ അറിയിച്ചു. എന്നാലും തീക്കൊള്ളുകൊണ്ട് കുത്തിയതുപോലെ. ഡോക്ടർ അവിശ്വാസത്തോടെ പിറുപിറുത്തു. രാത്രിയിൽ ജയന്തന്റെ അരികിൽ അമ്മ ഉറക്കമിളച്ചിരിക്കാമെന്ന് ഏറ്റു. മറ്റുള്ളവർ മടങ്ങാനൊരുമ്പെട്ടു. വെറുതെ എന്തിനാ എല്ലാരും കൂടി ഉറക്കമിളച്ച് ഇവിടെ ഇരിക്കുന്നത്? ഇതത്ര സീരിയസ് കേസൊന്നുമല്ല, നേഴ്സ് പറഞ്ഞു. ഇറങ്ങാൻ നേരം രുക്മിണിയമ്മ ഭർത്താവിനെയും മകനെയും വിളിച്ച് പറഞ്ഞു. ഇപ്പൊ തന്നെ ചോദിക്കണം, ഇതങ്ങനെ വെറുതെ വിടരുത്. അശോകനും പ്രിയയും അച്ഛനും കൂടി വലിയ മംഗലത്തെത്തി. ഗേറ്റിൽ വന്ന് അലറിക്കുറച്ച നായ്ക്കൾ പരിചിതരെ കണ്ട് സൗമ്യമായി. അഴികൾക്കിടയിലൂടെ കൈയിട്ട് അശോകൻ ഗേറ്റിന്റെ ഓടാമ്പലെടുത്തു. അവർ പൂമുഖത്തെത്തി. ഡോർബെൽ നിർത്താതെ ശബ്ദിക്കുന്നത് കേട്ട് സുമതിക്കുട്ടിയമ്മ ഉണർന്നു. ഭർത്താവിനെ കുലുക്കി ഉണർത്തി. ദേ ഒന്ന് എഴുന്നേറ്റേ, ആരാണ്ട വന്നിട്ടുണ്ടല്ലോ, നിർത്താതെ ബെല്ലടിക്കുന്നു. പിള്ളേരെങ്ങാനും പോയി നോക്കട്ടെ. സുമതിക്കുട്ടിയമ്മ കുലുക്കി എഴുന്നേൽപ്പിക്കുക തന്നെ ചെയ്തു. നാശം പിടിക്കാൻ, പാതിരാത്രി കഴിഞ്ഞ നേരത്ത് ഏതവനാ? ഉച്ചത്തിൽ ശപിച്ചുകൊണ്ട് അയാൾ പൂമുഖവാതിലിലെത്തി. പുറത്തെ ലൈറ്റിട്ടു. ജനാലവരി മാറ്റിയ ശേഷം ജനൽ അല്പം തുറന്നു. എന്നിട്ട് ചോദിച്ചു, ആരാ ഈ പാതിരാക്കി? ഞങ്ങളാ. അശോകൻ ജനലിന് നേർക്ക് വന്നു. അവന്റെ പുറകിൽ നിൽക്കുന്നവരെയും നമ്പ്യാർ വ്യക്തമായി കണ്ടു. അയാൾ വേഗം വാതിൽ തുറന്നു. നിങ്ങളെല്ലാവരും കൂടി എന്താ ഈ അസമയത്ത്?
കരുണാകരൻ നമ്പ്യാർ അന്ധാളിച്ച് ചോദിച്ചു. എന്നിട്ട് തനിക്ക് സമയം തെറ്റിയോ എന്നറിയാൻ വാൾ ക്ലോക്കിലേക്ക് നോക്കുകയും ചെയ്തു. രാത്രി 2 മണിയാകുന്നു. ക്ലോക്ക് ഓടുന്നുണ്ട്. തനിക്ക് തെറ്റിയിട്ടില്ല. അശോകനും പ്രിയയും സുകുമാരൻ നായരും കൂടി അകത്ത് കടന്നു. എന്തു പറ്റി സുകുമാര ഈ അസമയത്ത്? നിങ്ങളുടെ മുഖമെന്താ വല്ലാതിരിക്കുന്നത്? എന്തു പറ്റിയെന്ന് പറയാനും ചോദിക്കാനും ഒക്കെ തന്നെയാ വന്നത്, സുകുമാരൻ നായർ കടുത്ത സ്വരത്തിൽ അറിയിച്ചു. കരുണാകരൻ നമ്പ്യാർ അമ്പരപ്പിൽ ഭാര്യയെ നോക്കി. എവിടെ അഞ്ജലി? മുകളിൽ അവളുടെ മുറിയിൽ കാണും. അവൾ അവിടെയാണ് ഉറങ്ങാറ്. വിളിക്ക്. അവളിപ്പോ നല്ല ഉറക്കമായിരിക്കും. അവളെ വിളിച്ചുണർത്താൻ തക്കതായ കാര്യമെന്തെങ്കിലുമുണ്ടോ? ഉള്ളത് കൊണ്ടല്ലേ പറഞ്ഞത് വിളിക്കാൻ. താൻ കാര്യമെന്താണെന്ന് പറ. അവളിന്ന് താമസിച്ചാ കിടന്നത്. ഉറങ്ങിക്കിടക്കുന്നവളെ എന്തിനാ ഉണർത്തി വെറുതെ ബുദ്ധിമുട്ടിക്കുന്നത്? തക്കതായ കാര്യമുണ്ടെങ്കിൽ നാളെ സംസാരിച്ചാൽ പോരെ? ഇപ്പോൾ അവളോട് സംസാരിക്കണം. അവൾ ഉറങ്ങുകയൊന്നുമല്ല നമ്പ്യാരെ. മനുഷ്യരെ വിഷമിപ്പിക്കാതെ കാര്യം പറയിൻ. സുമതിക്കുട്ടിയമ്മയ്ക്ക് അങ്കലാപ്പായി. അഞ്ജലി കുറെ മുമ്പ് വീട്ടിൽ വന്നിരുന്നു. കുറെ മുമ്പെന്ന് പറഞ്ഞാൽ രാത്രി 12-നോടടുപ്പിച്ച്. ഒറ്റയ്ക്കോ? ഒറ്റയ്ക്ക് ഒരു പന്തവും കൊളുത്തിപ്പിടിച്ചുകൊണ്ട്. ഭ്രാന്ത് പറയില്ല സുകുമാര. രാത്രിയിൽ തനിച്ച് മുറ്റത്തിറങ്ങാൻ പേടിയുള്ളവളാ തന്റെ വീട് വരെ വരുന്നത്. അതും പന്തവും കൊളുത്തിപ്പിടിച്ച്. അവൾക്ക് എവിടുന്നാ പന്തം? ഈ വീട്ടിൽ അങ്ങനെ ഒരു സാധനമില്ലല്ലോ. ടോർച്ചാണെങ്കിൽ വേണ്ടില്ല, പന്തം. എന്നാൽ അവൾ വന്നു. ഞങ്ങളെല്ലാവരും കാണുകയും ചെയ്തു. ഈ വീടിന് വെളിയിൽ ഇന്നത്തെ രാത്രിയിൽ അവൾ പോയിട്ടില്ലെന്ന് എനിക്കുറപ്പാ. ഞാനാ മുൻവാതിൽ പൂട്ടിയത്. ഇപ്പൊ തുറന്നതും ഞാനാ. താക്കോൽ എന്റെ കയ്യിലായിരുന്നു. സുമതിക്കുട്ടിയമ്മ പറഞ്ഞു. ചുമ്മാ തർക്കിക്കല്ലേ. അവളെ വിളിച്ചു ചോദിക്ക്. അവൾ പറയട്ടെ എങ്ങോട്ടും പോയില്ലെന്ന്. നിങ്ങൾക്ക് തോന്നിയതായിരിക്കും. തോന്നിയതോ? അവള് ഞങ്ങളുടെ ജയന്റെ മുറിയിൽ കയറി പന്തം കൊണ്ട് അവന്റെ മുഖം മുഴുവൻ പൊള്ളിക്കരിച്ചു. അറിയാമോ? അസംബന്ധം പറയല്ലേ സുഖു, കരുണാകരൻ നമ്പ്യാർ ചൊടിച്ചു. എടോ, ഞാനെന്റെ മകനെ ആശുപത്രിയിലാക്കിയിട്ട് വരികയാ. മുഖത്തെ പുകച്ചിൽ സഹിക്കവയ്യാതെ അവൻ അവിടെ കിടന്ന് നീറി പുളയുകയാ. കരുണാകരൻ നമ്പ്യാർ സ്തബ്ധനായി. സുമതിക്കുട്ടിയമ്മയും നമ്പ്യാരും പരസ്പരം നോക്കി. നുണയൊന്നും പറഞ്ഞ് അവൾക്ക് രക്ഷപ്പെടാൻ ഒക്കുകയില്ല, അശോകൻ പറഞ്ഞു. ഞാൻ അവളുടെ പുറകെ ഈ വീടിന്റെ ഗേറ്റ് വരെ ഓടി വന്നതാ. ഈ വാതിൽ കടന്ന് അവൾ അകത്തേക്ക് കയറുന്നതും ഞാൻ കണ്ടു. കരുണാകരൻ നമ്പ്യാർ അവിശ്വസനീയതയോടെ ശിരസ് വെട്ടിച്ചു. ഇനിയും സംശയമാണോ? അശോകൻ പൊട്ടിത്തെറിച്ചു. ഇളം മഞ്ഞ നിറത്തിലുള്ള നൈറ്റിയാ അവൾ ഇട്ടിരുന്നത്. അവളുടെ മുടി വിതിർത്തിട്ട് തുമ്പ് കെട്ടിയിരുന്നു. മുടിയിൽ പിച്ചിപ്പൂമാലയുണ്ടായിരുന്നു. കിടക്കാൻ നേരം അഞ്ജലി എന്ത് വേഷമാണ് ധരിച്ചതെന്ന് വീട്ടിലാർക്കും അറിയില്ല. മിക്കപ്പോഴും ഉറങ്ങാൻ നേരമാണ് അവൾ വേഷം മാറുക. ഇങ്ങനെ അന്തം വിട്ട് നിന്നിട്ട് ഒരു കാര്യവുമില്ല. വിളിക്കവളെ, സുകുമാരൻ നായർ ആജ്ഞാപിച്ചു. കരുണാകരൻ നമ്പ്യാരോട് മൗനാനുവാദവും വാങ്ങി സുമതിക്കുട്ടിയമ്മ മുകളിലേക്ക് കയറിപ്പോയി. ബാക്കി എല്ലാവരും വീർപ്പടക്കി കാത്തു നിന്നു. മോളെ, അഞ്ജു, മോളെ. സുമതിക്കുട്ടിയമ്മ പലവരു വാതിലിൽ തട്ടി വിളിച്ചു. അഞ്ജു, മോളെ. അകത്തുനിന്ന് ഞരക്കങ്ങൾ കേൾക്കായി. ഒന്ന് എഴുന്നേറ്റേ കൊച്ചേ, എത്ര നേരം വിളിക്കണം നിന്നെ? ആരാത്? അമ്മയാണോ? അതെ. എന്താ അമ്മേ, നേരം വെളുത്തില്ലല്ലോ. നീ ഈ വാതിലൊന്ന് തുറന്നേ. അടുത്തു വരുന്ന കാലൊച്ച. വാതിൽ തുറക്കപ്പെട്ടു. ഉറക്കച്ചടവോടെ തലയും ചൊറിഞ്ഞ് വിളിച്ചുണർത്തിയതിന്റെ നീരസത്തിൽ അഞ്ജലി. സുമതിക്കുട്ടിയമ്മ നടുങ്ങി. അശോകൻ പറഞ്ഞതുപോലെ തന്നെ ഇളം മഞ്ഞ നിറമുള്ള നൈറ്റിയാണ് ഇവളുടെ നിശാവസ്ത്രം. പിന്നോട്ട് വിതിർത്തിട്ട് തുമ്പ് കെട്ടിയ മുടിയിൽ വാടിയ പിച്ചിപ്പൂമാല. അമ്മ എന്താ ഇങ്ങനെ തുറച്ചു നോക്കുന്നത്? നീ എപ്പോഴാ മോളെ ഈ നൈറ്റി എടുത്തിട്ടത്? കിടക്കാൻ നേരത്ത്. അതിനുശേഷം നീ വെളിയിലിറങ്ങിയോ? ഇല്ല. നിന്നെ ആ അശോകനെങ്ങാനും ഈ വേഷത്തിൽ കണ്ടോ? ഏതശോകൻ? സിനിമാ നടനോ? നിഷ്കളങ്കമായ ആ കുസൃതി ചോദ്യത്തിന് മുന്നിൽ സുമതിക്കുട്ടിയമ്മ പകച്ചു നിന്നു. അമ്മേ, എന്താ പ്രശ്നം? അവൾ അമ്മയുടെ തോളിൽ പിടിച്ച് മെല്ലെ ഉലച്ചു. അമ്മയുടെ അന്താളിച്ച മുഖം കണ്ട് അഞ്ജലി പരിഭ്രമിച്ചു. അമ്മ എന്താ വല്ലാതെ? നീ രാത്രിയിൽ പുറത്തുപോയിട്ടില്ലെന്ന് ഉറപ്പാണോ മോളെ? എന്തു ചോദ്യമാ അമ്മേ ഇത്? അമ്മയ്ക്ക് എന്തു പറ്റി? നീ താഴേക്ക് വാ, അച്ഛൻ വിളിക്കുന്നു. എന്തിന്? വാ. സുമതിക്കുട്ടിയമ്മ മകളുടെ കൈപിടിച്ച് താഴേക്ക് കൂട്ടിക്കൊണ്ട് വന്നു. സ്റ്റെയർ കേസ് ഇറങ്ങുമ്പോൾ തന്നെ അഞ്ജലി കണ്ടു. സുകുമാരൻ നായരും അശോകനും പ്രിയയും താഴെ നിൽക്കുന്നു.
അവരെന്താ അമ്മേ ഈ പാതിരാത്രിയില്? അപകടം വല്ലതും ഉണ്ടായോ? സുമതിക്കുട്ടിയമ്മ ഒന്നും മിണ്ടിയില്ല. അവർ താഴെ എത്തിയതും അശോകൻ ഉറക്കെ പറഞ്ഞു, കണ്ടില്ലേ, ഇതിൽ കൂടുതലൊരു തെളിവെന്തിനാ? ഞാൻ പറഞ്ഞ അതേ വേഷമല്ലേ അവൾ ഇട്ടിരിക്കുന്നത്? കരുണാകരൻ നമ്പ്യാർക്ക് ഒരു ഉൾക്കിടിലമുണ്ടായി. അശോകൻ പറഞ്ഞത് സത്യം. മഞ്ഞ നിറത്തിലുള്ള ഗൗണും തലമുടിയിൽ പിച്ചിപ്പൂമാലയും. നീ ഇന്ന് രാത്രിയിൽ ജയന്തനെ കാണാൻ പോയിരുന്നോ? കർക്കശ സ്വരത്തിൽ കരുണാകരൻ നമ്പ്യാർ ചോദിച്ചു. അഞ്ജലി മിഴിച്ചു നിന്നു. ചോദിച്ചത് കേട്ടില്ലേടി? അവൾ സംഭ്രമത്തോടെ പറഞ്ഞു. ഇല്ല, പച്ചക്കള്ളം, ഞാൻ കണ്ടതാ ഇവളെ, അശോകൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു. എന്നോട് കള്ളം പറയരുത് നീ, ചെകിട് ഞാൻ അടിച്ചു പുകയ്ക്കും. നമ്പ്യാരുടെ കണ്ണുകളിൽ കോപം കത്തിയാളി. അഞ്ജലി പകച്ച് ഓരോരുത്തരെയും മാറി മാറി നോക്കി. ഞാൻ എങ്ങോട്ടും പോയില്ലച്ഛ, ഞാൻ എവിടെ പോയെന്നാ പറയുന്നത്? നീ ജയന്തന്റെ വീട്ടിൽ പോയി, ഇവരെല്ലാം നിന്നെ കണ്ടുവെന്ന് പറയുന്നു. അതെന്തൊരു നുണയാണെന്ന് അച്ഛൻ തന്നെ ഒന്ന് ആലോചിച്ചു നോക്കിക്കേ. രാത്രി തനിച്ച് മുറ്റത്തോട്ട് പോലും ഇറങ്ങാൻ പേടിയുള്ള ഞാൻ ഒറ്റയ്ക്ക് ജയന്തന്റെ വീട് വരെ പോയെന്ന്. നിങ്ങൾക്കൊക്കെ എന്താ പറ്റിയത്? നീ അവിടെ വന്നത് ഞങ്ങളെല്ലാവരും കണ്ടു. ഞാനും അച്ഛനും അമ്മയും പ്രിയയും ജയേട്ടനുമെല്ലാം. അത് നീയല്ലായിരുന്നുവെന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ നോക്കണ്ട. ശരിക്കും നിന്റെ മുഖം ഞങ്ങൾ കണ്ടതാ. ഇതേ വേഷം തന്നെയാ നീ ധരിച്ചിരുന്നത്. നിന്നെ ഞാൻ 2-3 ആവർത്തി വിളിക്കുക കൂടി ചെയ്തു. തിരിഞ്ഞു നോക്കുക പോലും ചെയ്യാതെ നീ പോരുകയാ ചെയ്തത്. ഇവിടത്തെ ഗേറ്റ് കടന്ന് നീ വീട്ടിനുള്ളിലേക്ക് കയറിപ്പോകുന്നത് ഞാൻ കണ്ടു. നിന്റെ പുറകെ ഓടി വരികയായിരുന്നു ഞാൻ. അശോകൻ കോപാധിക്യത്തോടെ പറഞ്ഞു. അഞ്ജലി 2 കൈയും മലർത്തിക്കാട്ടി അന്തം വിട്ടു നിന്നു. അച്ഛനിത് വിശ്വസിച്ചേക്കല്ലേ? അവൾക്ക് കരച്ചിൽ വരുന്നുണ്ടായിരുന്നു. എത്ര മണിക്കാ ഈ സംഭവം? നമ്പ്യാർ അശോകനോട് ചോദിച്ചു. 11 മണി കഴിഞ്ഞു കാണും. ഞങ്ങളൊക്കെ ഉറക്കം പിടിച്ചതേ ഉണ്ടായിരുന്നുള്ളൂ. നീ ചെയ്തതെന്താണെന്ന് നിനക്കറിയാമോ? സുകുമാരൻ നായർ അഞ്ജലിയോട് ചോദിച്ചു. ജയന്റെ മുഖം മുഴുവൻ പൊള്ളിക്കരിഞ്ഞു. നന്നായിപ്പോയി, അഞ്ജലി ദേഷ്യവും സങ്കടവും അടക്കാനാവാതെ പറഞ്ഞു. ഇങ്ങനെയൊരു നുണ പറയരുത്. വീട്ടിൽ കയറി വന്ന് കൊല്ലാൻ ശ്രമിച്ചിട്ട് നീ ഞെളിയുന്നോടി? അശോകൻ കയ്യോങ്ങിക്കൊണ്ട് അവളെ തല്ലാൻ വന്നു. വേണ്ട വേണ്ട, കരുണാകരൻ നമ്പ്യാർ തടഞ്ഞു. അവളുടെ അച്ഛനും അമ്മയും ജീവിച്ചിരിപ്പുണ്ടല്ലോ, ഞങ്ങൾക്കറിയാം ശിക്ഷിക്കാൻ. നിങ്ങള് ശിക്ഷിക്കും. മകളുടെ നുണ കേട്ട് സുഖിച്ചു നിൽക്കയല്ലേ? നീയാണോ ജയന്തന്റെ മുഖം പൊള്ളിച്ചത്? സത്യം പറഞ്ഞോ, അതാ നിനക്ക് നല്ലത്. നമ്പ്യാർ മകളോട് ചോദിച്ചു. ഞാൻ ജയേട്ടന്റെ മുഖം പൊള്ളിച്ചെന്നോ? കണ്ടോ അവളുടെ അഭിനയം? തീപ്പന്തം കൊണ്ടാ അവള് മുഖം പൊള്ളിക്കരിച്ചത്. ഞങ്ങൾ അന്നേരം ചെന്നില്ലെങ്കിൽ ഇവള് തീവച്ച് കൊന്നേനെ. എനിക്ക് നിങ്ങൾ പറയുന്നത് മനസ്സിലാകുന്നില്ല. ദയവ് ചെയ്ത് ഒന്ന് തെളിച്ചു പറ. അഞ്ജലി തലയിൽ കൈവച്ച് നിലവിളിക്കും പോലെ പറഞ്ഞു. ഇന്ന് രാത്രി 11 മണിക്ക് ശേഷം നീ ജയന്തന്റെ വീട്ടിൽ പോയി. തീപ്പന്തം കൊണ്ട് ജയന്തന്റെ മുഖം പൊള്ളിക്കരിച്ചു. അവനെ ഇപ്പോൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ട് വന്നിരിക്കുകയാണിവർ. അവനെ തീവച്ചിട്ട് നീ അവിടെ നിന്ന് ഇറങ്ങിപ്പോരുന്നത് ഇവരെല്ലാം കണ്ടു. അശോകനാണെങ്കിൽ നിന്റെ പുറകെ ഇവിടം വരെ ഓടി വരികയും ചെയ്തു. ഒന്നുമില്ലാതെ വെറുതെ ഇവർ പറയുകയില്ലല്ലോ. അഞ്ജലി അവിശ്വസനീയതയോടെ അച്ഛനെ തുറച്ചു നോക്കി. പിന്നെ തളർന്ന് സോഫയിലേക്കിരുന്നു. എനിക്കറിയേണ്ടത് എന്റെ മകൾ പാതിരാത്രിക്കിറങ്ങിപ്പോയി ഈ ക്രൂരകൃത്യം ചെയ്തോ എന്ന് മാത്രമാണ്. ഇല്ലച്ഛ, അഞ്ജലി പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു. ഞാൻ ഈ വീട് വിട്ട് പുറത്തിറങ്ങിയിട്ടില്ല. ഇവരെ ആരെയും കണ്ടിട്ടുമില്ല. ഞാനല്ല ചെയ്തത്, ഞാനല്ല. അഞ്ജലി കള്ളം പറയുകയല്ലെന്ന് കരുണാകരൻ നമ്പ്യാർക്ക് ഉറപ്പായിരുന്നു. മോളെ, അശോകൻ പിന്നെ എങ്ങനെ നിന്റെ വേഷം തിരിച്ചറിഞ്ഞു? നീ പിച്ചിപ്പൂ ചൂടിയിട്ടുണ്ടായിരുന്നെന്ന് പോലും അവൻ പറഞ്ഞല്ലോ. അമ്മ വന്ന് നിന്നെ വിളിച്ചുണർത്തുന്നതിന് മുമ്പ് തന്നെ നിന്റെ ഈ വേഷം അവനെങ്ങനെ കണ്ടു? അഞ്ജലിക്ക് അതിന് മറുപടിയില്ലായിരുന്നു. മോഹാലസ്യത്തിന്റെ വക്കിലോളം അവൾ എത്തിയിരുന്നു. അച്ഛ, ഞാൻ ആരെയും ഒന്നും ചെയ്തിട്ടില്ല. സത്യമായിട്ടും 10 മണിക്ക് ശേഷം ഞാൻ എന്റെ മുറി വിട്ട് പോയിട്ടില്ല. അഞ്ജലി ആണയിട്ടു. ഒരുപക്ഷേ സ്വപ്നാടനമായിരിക്കുമോ? നമ്പ്യാരുടെ ആത്മകഥം ഉറക്കെയായിരുന്നു. അങ്ങനെ പറഞ്ഞൊഴിയാനൊന്നും നോക്കണ്ട. സ്വപ്നാടനത്തിലല്ലേ തീവച്ച് കൊല്ലാൻ ശ്രമിക്കുന്നത്? അശോകൻ ക്ഷുഭിതനായി. ആകട്ടെ, രാത്രി 11 മണിക്ക് അഞ്ജുവിന് വന്നു കയറാൻ പാകത്തിൽ വീടിന്റെ വാതിലുകളെല്ലാം തുറന്നിട്ടുകൊണ്ടാണോ നിങ്ങൾ കിടന്നുറങ്ങിയത്? കരുണാകരൻ നമ്പ്യാർ ചോദിച്ചു. അതിന് അശോകന് ഉത്തരമില്ലായിരുന്നു. ഒരു പക്ഷേ അടയ്ക്കാൻ മറന്നതായിരിക്കും. സുകുമാരൻ നായർ പറഞ്ഞു. എല്ലാ വാതിലും അടയ്ക്കാൻ മറക്കുവോ? നിങ്ങൾ മറക്കാനും കൃത്യം അതേ സമയത്ത് തന്നെ അഞ്ജു തീപ്പന്തവുമായി അകത്തു കയറി വരാനും നമ്പ്യാർ പരിഹാസസ്വരത്തിൽ പറഞ്ഞു. മാത്രമല്ല, നീ പറഞ്ഞത് ഈ വീടിന്റെ പൂമുഖവാതിൽ കടന്നാണ് അവൾ പോയതെന്നല്ലേ? ഞാനാണത് അകത്തുനിന്ന് പൂട്ടിയത്.
നിങ്ങൾ വന്ന് വിളിച്ചപ്പോൾ പൂട്ടപ്പെട്ട നിലയിൽ തന്നെയായിരുന്നു അത്. താക്കോൽ എന്റെ തലയിണ കീഴിലായിരുന്നു. അതുപോലെ തന്നെ അശോകൻ അഞ്ജലിയുടെ പുറകെ ഓടിയെന്നല്ലേ പറഞ്ഞത്? അതെ, ഓടാൻ തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ തമ്മിൽ എന്തുമാത്രം അകലമുണ്ടായിരുന്നു? 30-40 അടി ദൂരം കാണും. വേഗത്തിലല്ലേ ഓടിയത്? അതെ. അഞ്ജു ഓടിയോ? ഓടുന്നതായി കണ്ടില്ല. കഷ്ടിച്ച് 40 അടി ദൂരത്തുകൂടി നടന്നുപോയ അഞ്ജുവിനൊപ്പം എത്താൻ സർവശക്തിയുമെടുത്ത് ഒരു ഫർലോങ് ദൂരം ഓടിയിട്ടും നിന്നെക്കൊണ്ട് പറ്റിയില്ലെന്ന് പറഞ്ഞാൽ കല്ലുവെച്ച നുണയല്ലേ അത്? അശോകന് മറുപടിയില്ല. ജയന്തന് വേറെ വല്ല പെണ്ണുങ്ങളുമായി അടുപ്പം കാണുമായിരിക്കും. അവൾ വന്ന് വിളിച്ചപ്പോ വാതിൽ തുറന്നു കൊടുത്തു കാണും. രണ്ടുപേരും തമ്മിൽ തെറ്റിയപ്പോ അവള് പൊള്ളിച്ചതായിരിക്കും. അല്ലെങ്കിൽ പെൺവേഷം കെട്ടിയ ശത്രുക്കളാരെങ്കിലും മനഃപൂർവ്വം ചെയ്തതായിരിക്കും. അവന്റെ മുഖം പൊള്ളിക്കാന് മാത്രം വൈരാഗ്യം ഏതായാലും എന്റെ മകൾക്ക് ഉണ്ടാകാനിടയില്ല. മോളെ, നിനക്ക് ജയന്തനോട് ഉള്ളിൽ എന്തെങ്കിലും വൈരാഗ്യമുണ്ടായിരുന്നോ? ഒന്നും ഒളിച്ചു വയ്ക്കാൻ നോക്കരുത്, സുകുമാരൻ നായർ ചോദിച്ചു. ജയേട്ടനോട് എനിക്ക് വിരോധമുണ്ടായിരുന്നു, അഞ്ജലി വെളിപ്പെടുത്തി. എന്തിന്? ജയേട്ടൻ ഇന്നലെ പകൽ വീട്ടിൽ ഞാനും വേലക്കാരിയും മാത്രമുണ്ടായിരുന്ന നേരത്ത് പതുങ്ങി എന്റെ മുറിയിൽ കയറി ബലാത്കാരത്തിന് ശ്രമിച്ചു. ഫോൺ ബെല്ലടിച്ചപ്പോൾ വേലക്കാരി വന്ന് വിളിച്ചതുകൊണ്ട് മാത്രമാ ഞാൻ രക്ഷപ്പെട്ടത്. അഞ്ജലി സംഭവം ചുരുക്കി പറഞ്ഞു. എല്ലാവരും വല്ലാതെ അമ്പരന്നു. എന്നിട്ട് ഞങ്ങൾ തിരിച്ചു വന്നപ്പോൾ നീയെന്താ ഇക്കാര്യം പറയാഞ്ഞത്? വീട്ടിലിക്കാര്യം പറഞ്ഞ് നാണം കെടുത്തിയാൽ കൊന്നുകളയുമെന്ന് ജയേട്ടൻ ഭീഷണിപ്പെടുത്തി. മാത്രമല്ല കുടുംബങ്ങൾ തമ്മിൽ പിണങ്ങാനിടയാക്കണ്ടെന്ന് ഞാനും വിചാരിച്ചു. ഇത് ഇപ്പോഴിവള് കെട്ടിച്ചമച്ചുണ്ടാക്കിയ നുണയാ. അശോകൻ ആക്രോശിച്ചു. വായടക്കട, കരുണാകരൻ നമ്പ്യാർ ശാസിച്ചു. നീ പറയുന്നത് മാത്രം നേര്, അവള് പറയുന്നതെല്ലാം നുണ. അതങ്ങനെ വരൂ. തന്തയും തള്ളയും മക്കളുടെ പക്ഷത്തല്ലേ നിൽക്കൂ. ആരെയെങ്കിലും കൊന്നിട്ട് വന്നാലും നീ ചെന്ന് ജയേട്ടനോട് ചോദിക്ക് നേരാണോന്ന്. എന്നിട്ട് മതി പ്രസംഗമൊക്കെ, അഞ്ജലി അവന്റെ നേർക്ക് ചൊടിച്ചു. കാണിച്ചു തരാമടി നിന്നെ ഞാൻ. കരഞ്ഞു പിഴിഞ്ഞഭിനയിച്ച് നിനക്ക് നിന്റെ തന്തയും തള്ളയും വിഡ്ഢി കളിപ്പിക്കാൻ പറ്റിയേക്കാം. പക്ഷേ ഞങ്ങളുടെ അടുത്ത് അത് വേണ്ട. ഞങ്ങൾ നിന്നെ കണ്ടത് തോന്നലായിരുന്നെന്ന് സ്ഥാപിക്കാൻ നോക്കണ്ട. നിന്റെ മുടിനാര് പോലും തിരിച്ചറിഞ്ഞതാ ഞാൻ, അശോകൻ ഭീഷണി മുഴക്കി. ചുമ്മാ പേടിപ്പിക്കാതടാ. അതുവരെ മിണ്ടാതെ നിന്ന സുമതിക്കുട്ടിയമ്മ ചൊടിച്ചു. അഞ്ജലി തനിച്ച് പാതിരാക്കി ഒരു തീപ്പന്തവുമായിട്ട് നിന്റെ വീട്ടിൽ കയറി ജയന്തനെ തീവെച്ചു കൊല്ലാൻ ശ്രമിച്ചെന്ന് ഈശ്വരൻ നേരിട്ട് വന്ന് പറഞ്ഞാലും ഞാൻ വിശ്വസിക്കില്ല. അവളുടെ അമ്മയാ ഞാൻ. ഇനി ഇവിടെ നിൽക്കണ്ട അച്ഛ, നമുക്ക് പോകാം. പ്രിയേ വാ. അശോകൻ അച്ഛന്റെയും പ്രിയയുടെയും കൈക്ക് പിടിച്ച് വലിച്ചുകൊണ്ട് ശുഭിതനായി ഇറങ്ങിപ്പോയി. പൂമുഖത്ത് ചെന്ന് നിന്ന് അവൻ വെല്ലുവിളിക്കും പോലെ എന്തോ വിളിച്ചു പറഞ്ഞു. സുമതിക്കുട്ടിയമ്മ ചെന്ന് വാതിലടച്ചു. കരുണാകരൻ നമ്പ്യാർ സോഫയിൽ അഞ്ജലിയുടെ അരികിലിരുന്നു. നിനക്കതിൽ എന്തെങ്കിലും മനസ്സറിവുണ്ടോ മോളെ? ഒന്നുമില്ലാതെ അവരങ്ങനെ പറയുകയില്ലല്ലോ അച്ഛാ. അവൾ ദയനീയമായി അയാളെ നോക്കി. അടുത്ത നിമിഷം വിങ്ങിപ്പൊട്ടിക്കരഞ്ഞു. എനിക്ക് ഒന്നും അറിയില്ല അച്ഛാ, സത്യം സത്യം. സാരമില്ല, കരയാതെ. അയാൾ അവളുടെ തോളിൽ തട്ടി ആശ്വസിപ്പിച്ചു. മോള് പൊയ്ക്കോ, പോയി കിടന്ന് ഉറങ്ങിക്കോ. അഞ്ജലി സ്റ്റെയർകേസ് കയറി മുകളിലേക്ക് പോയി. കരുണാകരൻ നമ്പ്യാരും സുമതിക്കുട്ടിയമ്മയും തങ്ങളുടെ മുറിയിലേക്ക് പോന്നു. കിടക്കയിലിരുന്ന് അവർ പരസ്പരം നോക്കി. രണ്ടുപേരും ആകാംക്ഷഭരിതരായിരുന്നു, ചിന്താക്കുഴപ്പത്തിലായിരുന്നു. എല്ലാവർക്കും എന്താ പറ്റിയത്? എനിക്ക് ഒന്നും മനസ്സിലാകുന്നില്ലല്ലോ ഈശ്വര, സുമതിക്കുട്ടിയമ്മ വിലപിച്ചു. എന്തോ കുഴപ്പമുണ്ട്, ഗുരുതരമായ കുഴപ്പം. അറിഞ്ഞതൊക്കെ ശരിയാണെങ്കിൽ, നമ്പ്യാർ ആലോചനയോടെ പറഞ്ഞു. എന്തു കുഴപ്പമാ? അവര് നമ്മുടെ മോളെപ്പറ്റി പറഞ്ഞതെല്ലാം നേരാണെന്നാണോ? അവര് പറഞ്ഞത് നേരാവാം, നമ്മുടെ മോൾ പറഞ്ഞതും നേരാവാം. ഈശ്വര, ഇതെന്ത് കഥ? സ്വപ്നാടനമായിരിക്കണം. ഉറക്കത്തിൽ എഴുന്നേറ്റ് നടക്കുന്നവരെ കുറിച്ച് കേട്ടിട്ടില്ലേ? ജയന്തനോട് അഞ്ജലിക്ക് വിരോധമുണ്ടാവുക സ്വാഭാവികം. മനസ്സിലടക്കി വെച്ച പകയും പ്രതികാര വാഞ്ചയും സ്വപ്നത്തിൽ പുറത്തു ചാടി. അവൾ ഒരു പക്ഷേ എഴുന്നേറ്റ് ജയന്തന്റെ വീട്ടിൽ ചെന്ന് തീപ്പന്തം കൊണ്ട് പൊള്ളിച്ചിരിക്കും. എന്നിട്ട് ഒന്നും അറിയാത്ത മട്ടിൽ തിരിച്ച് മുറിയിൽ വന്ന് കിടക്കുകയും ചെയ്തു. സ്വപ്നത്തിൽ നടന്നതൊക്കെ ഉണർന്നപ്പോൾ അവൾ മറന്നുപോയി. ഇതായിരിക്കും സംഭവിച്ചത്. പക്ഷേ അടച്ചിട്ടിരുന്ന വാതിലൊക്കെ എങ്ങനെ അവൾ തുറന്നു? അശോകൻ വേഗത്തിൽ ഓടിയിട്ടും ഒപ്പമെത്താൻ പറ്റിയില്ലെന്നല്ലേ പറഞ്ഞത്? സ്വപ്നത്തിൽ അങ്ങനെയും സാധിക്കുമോ? അതെന്നെ കുഴക്കിക്കളഞ്ഞല്ലോ സുമതി. കരുണാകരൻ നമ്പ്യാരുടെ നെറ്റിയിൽ ചുളിവുകൾ വീണു. കിടന്നുകൊണ്ട് അയാൾ ആലോചനയിൽ മുഴുകി. ശരിയായ ഒരു തീരുമാനത്തിലെത്താൻ അയാൾക്ക് കഴിഞ്ഞതേയില്ല.
സുമതി, ഏതായാലും നമുക്ക് രാവിലെ ഹോസ്പിറ്റലിൽ ചെന്ന് ജയന്തനെ കാണാം. 4 പേരറിയാതെ പ്രശ്നം ഒതുക്കി തീർക്കുന്നതല്ലേ ഭംഗി. നമ്മുടെ കുടുംബക്കാര്യമല്ലേ. വിശ്വസിക്കാനും മനസ്സിലാക്കാനും പറ്റാത്ത എന്തോ ആണ് സംഭവിച്ചിരിക്കുന്നതെന്ന് അവരെ ബോധ്യപ്പെടുത്തണം. പിന്നെ നാളെ മുതൽ അഞ്ജുവിനെ തനിച്ച് കിടത്തേണ്ട. കൂട്ടിന് നീയും പോയി കിടന്നോ. അല്ലെങ്കിൽ അവൾക്ക് ഇവിടെ കിടക്കാൻ സൗകര്യമുണ്ടാക്കി കൊടുക്കണം. അതെന്തിനാ? രാത്രിയിൽ അവൾക്ക് എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ എന്ന് നമ്മളും അറിയേണ്ടേ? എനിക്കെന്തോ പേടി തോന്നുന്നു. സുമതിക്കുട്ടിയമ്മ ചകിതയായി പറഞ്ഞു. അധ്യായം 12. അടുത്ത ദിവസം തന്നെ കരുണാകരൻ നമ്പ്യാരും സുമതിക്കുട്ടിയമ്മയും കൂടി ഹോസ്പിറ്റലിൽ ചെന്ന് ജയന്തനെ കണ്ടു. അവരെ കണ്ടതും സുകുമാരൻ നായർ മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയി. കണ്ടില്ലേ നിങ്ങളുടെ മോള് ചെയ്ത കൊടും ക്രൂരത. ഇതിൽ ഭേദം എന്റെ മോനെയങ്ങ് കൊല്ലുന്നതായിരുന്നല്ലോ. ഭഗവാനെ, അവന്റെ മുഖം ഈ വിധത്തിലാക്കി കളഞ്ഞല്ലോ. കയ്യോ കാലോ ആണെങ്കിൽ വേണ്ടില്ല. അവന് ഇനിയും മനുഷ്യരുടെ മുമ്പിലിറങ്ങി നടക്കേണ്ടതല്ലേ? അവന്റെ മുഖം കണ്ടിട്ട് ഇനി ഏതെങ്കിലും ഒരു പെൺകുട്ടി അവനെ കല്യാണം കഴിക്കാൻ സമ്മതിക്കോ? അവനൊരു കുടുംബമായിട്ട് ജീവിക്കേണ്ടതല്ലേ? ജയന്തന്റെ മുഖം കണ്ടപ്പോൾ കരുണാകരൻ നമ്പ്യാരും സുമതിക്കുട്ടിയമ്മയും ഞെട്ടിപ്പോയി. അവർ ഇത്രയൊന്നും വിചാരിച്ചിരുന്നില്ല. തീ പിടിച്ച് കരിഞ്ഞ മുഖം. ഇത്രയും ദുഷ്ടത കാണിക്കാൻ മാത്രം അവനെന്ത് തെറ്റാ അവളോട് ചെയ്തേ? രുക്മിണിയമ്മ വീണ്ടും എണ്ണിപ്പെറുക്കാൻ തുടങ്ങി. നിങ്ങളുടെ മോളെ അവൻ സ്നേഹിച്ചു പോയതാണോ കുറ്റം? അഞ്ജലിയുടെ കാര്യം പറയുന്നിടത്ത് അവന് 100 നാവായിരുന്നല്ലോ. എന്നിട്ടിവനോട് തന്നെ അവളിത് ചെയ്തല്ലോ. അവൾ എന്തുമാത്രം ദുഷ്ടത്തിയാണെന്ന് നോക്കിക്കേ. രക്തയക്ഷി പോലും മനുഷ്യനോട് ഇതുപോലെ ചെയ്യില്ലല്ലോ. അവളെ കാലപ്പാമ്പ് കൊത്തിച്ചാകത്തേയുള്ളൂ. ഈശ്വരനാണേ സത്യം. ദണ്ണം കൊണ്ട് പറയുക ഞാൻ. ജയന്തൻ അത്ര നേരസ്ഥനൊന്നുമല്ല. അങ്ങനെ ചമയം വേണ്ട, സുമതിക്കുട്ടിയമ്മ പറഞ്ഞു. ഇന്നലെ പകല് വീട്ടിലാരുമില്ലാത്ത തക്കം നോക്കി അവൻ വന്ന് അഞ്ജുവിന്റെ മുറിയിൽ കയറിയിട്ട് എന്തൊക്കെയാ ചെയ്തതെന്ന് ജയന്തനോട് തന്നെ ഒന്ന് ചോദിച്ചു നോക്ക്. രുക്മിണിയമ്മ അമ്പരന്നു. അവൻ എന്തോ ചെയ്തെന്നാ? വാതിലടച്ചു പൂട്ടിയിട്ട് അവളെ. ഞാനൊന്നും പറയുന്നില്ല. സിനിമയിലൊക്കെ ഞാനിങ്ങനൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്തിട്ടുള്ളൂ. അത് പിന്നെ സിനിമയാണല്ലോ എന്നെങ്കിലും വിചാരിക്കാം. എന്റെ മോളോട് അതാ അവൻ ചെയ്യാൻ പോയത്. ഒരു പെണ്ണിന്റെ മാനം നശിപ്പിക്കുക, അതും ബലമായിട്ട്. അവൻ ഇതിനേക്കാൾ വലിയ ദുഷ്ടതയല്ലേ ചെയ്തത്. ആര്? ജയനോ? വെറുതെ വൃത്തിയോട് പറഞ്ഞുണ്ടാക്കല്ലേ സുമതി. നിങ്ങളുടെ മോള് ചെയ്ത ക്രൂരത മറയ്ക്കാൻ ഓരോ അപവാദം കെട്ടിച്ചമയ്ക്കുന്നോ? മകനിവിടെ തന്നെ കിടപ്പുണ്ടല്ലോ. ചോദിച്ചു നോക്ക് അവനോട് തന്നെ. അവൻ നിഷേധിക്കില്ല. തെളിവുണ്ട്, സാക്ഷികളുണ്ട്. അത് ജയന്തന് നിഷേധിക്കാൻ അവസരം കൊടുക്കാതിരിക്കാൻ വേണ്ടി സുമതിക്കുട്ടിയമ്മ കരുതിക്കുട്ടി പറഞ്ഞതായിരുന്നു. നേരാണോ ജയ ഇവരീ പറയുന്നത്? നേരാണോടാ? ഞാൻ അവളുടെ മാനം നശിപ്പിച്ചൊന്നുമില്ല. അയാൾ ഞരങ്ങി. നീ എവിടെ പോയോ? പോയെന്നുള്ളത് ശരിയാ. നീ അവളോട് മോശമായിട്ട് പെരുമാറിയോ? ഞാൻ പറഞ്ഞല്ലോ, അവളുടെ മാനം കെടുത്തിയൊന്നുമില്ല. തക്ക സമയത്ത് വേലക്കാരി വന്ന് വാതിലിൽ മുട്ടിയത് കൊണ്ടും ഞങ്ങളുടെയും അവളുടെയും നേരുകൊണ്ടും മാനം പോകാതെ രക്ഷപ്പെട്ടു. ഇല്ലായിരുന്നെങ്കിലോ? സുമതിക്കുട്ടിയമ്മ പറഞ്ഞു. അവള് വരാൻ പറഞ്ഞിട്ടായിരിക്കും അവൻ വന്നത്. ഒറ്റയ്ക്ക് ഒരു മുറിയിലായപ്പോ അവൻ വല്ല സ്നേഹപ്രകടനത്തിനും ശ്രമിച്ചു കാണും. ഉള്ള സത്യം തുറന്നു പറയാമല്ലോ. ജയന്തന്റെ മുഖം പൊള്ളിച്ചത് അഞ്ജലിയാണെന്ന് ഞങ്ങൾക്കിതുവരെയും വിശ്വാസം വന്നിട്ടില്ല. അക്കാര്യത്തിൽ നിങ്ങളാരും തർക്കിക്കാൻ വരല്ലേ. രുക്മിണി അമ്മ പെട്ടെന്ന് ക്ഷുഭിതയായി. ഈശ്വരനാണേ സത്യം, അതവൾ തന്നെയായിരുന്നു. ഞങ്ങളെല്ലാവരും അവളെ ശരിക്ക് കണ്ടതാ. ജയനും പറഞ്ഞു അവനും ശരിക്ക് കണ്ടെന്ന്. അടച്ചുപൂട്ടിക്കിടന്ന വീട്ടിൽ അവൾ എങ്ങനെ കയറിയെന്നാ നിങ്ങൾ പറയുന്നത്? അവന്റെ മുറിയുടെ ജനാലക്കലെങ്ങാനും വന്നു നിന്ന് അവനെ വിളിച്ചുണർത്തി വാതില് തുറപ്പിച്ചതായിരിക്കും. ജയന്തനുണ്ടല്ലോ ഇവിടെ, ചോദിക്കാമല്ലോ. അഞ്ജലിയല്ല അത് ചെയ്തതെന്ന് തർക്കിക്കാൻ നിങ്ങൾ നോക്കണ്ട. ഈശ്വരൻ എന്റെ മുമ്പിൽ അവതരിച്ച് തർക്കിച്ചാലും ഞാൻ സമ്മതിച്ചു കൊടുക്കില്ല. കരുണാകരൻ നമ്പ്യാരും സുമതിക്കുട്ടിയമ്മയും പിന്നെ വാഗ്വാദത്തിനൊന്നും മുതിർന്നില്ല. അല്പനേരത്തെ മൗനത്തിന് ശേഷം നമ്പ്യാർ ചോദിച്ചു, ഇനി എന്താ നിങ്ങളുടെ തീരുമാനം? കേസ് കൊടുക്കാൻ പോണെന്നൊക്കെ കേട്ടു. ചിലപ്പോ കേസ് കൊടുത്തെന്നിരിക്കും. അതിലെനിക്ക് പേടിയുണ്ടായിട്ടല്ല. എന്റെ മകളെ ഒരു കോടതിയും ശിക്ഷിക്കാതെ നോക്കാൻ എനിക്കറിയാം. ബലാത്കാര ശ്രമത്തിന് ജയന്തന്റെ പേരിൽ കേസ് കൊടുക്കാനും അറിയാം. പക്ഷേ ഞങ്ങളത് ചെയ്യുകയില്ല. ജയന്തന്റെ ചികിത്സയ്ക്ക് വേണ്ടിവരുന്ന സകല ചെലവുകളും പ്ലാസ്റ്റിക് സർജറി വേണ്ടിവരുമെങ്കിൽ അതിന്റെയും ചെലവ് വഹിക്കാൻ ഞാൻ തയ്യാറാ. അഞ്ജലി ഇത് ചെയ്തെന്ന് നിങ്ങളെല്ലാം ഉറച്ചു വിശ്വസിക്കുന്നു എന്ന ഒറ്റ കാരണം കൊണ്ട് മാത്രം.
ഞങ്ങൾക്കാരുടെയും ഔദാര്യമൊന്നും വേണ്ട. സംഭാഷണം കേട്ടുകൊണ്ട് മുറിയിലേക്ക് വന്ന സുകുമാരൻ നായർ പറഞ്ഞു. ഈശ്വരാനുഗ്രഹം കൊണ്ട് എന്റെ മോനെ ചികിത്സിക്കാനുള്ള പണത്തിന് ആരുടെയും മുമ്പിൽ കൈനീട്ടേണ്ട ആവശ്യം ഞങ്ങൾക്കില്ല. അനുരഞ്ജനത്തിനുള്ള നമ്പ്യാരുടെ ശ്രമമെല്ലാം പാഴായി. വിദ്വേഷം നിലനിൽക്കുന്ന അവസ്ഥയിൽ തന്നെയാണ് നമ്പ്യാരും ഭാര്യയും ആശുപത്രിയിൽ നിന്ന് മടങ്ങിയത്. മടക്കയാത്രയ്ക്കിടയിൽ സുമതിക്കുട്ടിയമ്മ പറഞ്ഞു, ജയന്തന്റെ മുഖം കണ്ടില്ലേ, ഭയങ്കരം. അതെ അതെ, ഞാനിത്രയും കരുതിയില്ല. അല്പനേരത്തെ ആലോചനയ്ക്ക് ശേഷം കരുണാകരൻ നമ്പ്യാർ ഭാര്യയോട് ചോദിച്ചു, നമ്മുടെ മോളാണിത് ചെയ്തതെന്ന് നീ വിചാരിക്കുന്നുണ്ടോ സുമതി? എനിക്കിപ്പോഴും വിശ്വാസമില്ല. എന്തൊക്കെയായാലും ഇതുപോലൊരു ക്രൂരത അവൾ ചെയ്യുകയില്ല. എന്റെ നിഗമനവും അങ്ങനെ തന്നെ. പിന്നെ ആരിത് ചെയ്തു? അതാണ് ഞാനും ആലോചിക്കുന്നത്. അയാൾ ചിന്താധീനനായി. അന്ന് സന്ധ്യയ്ക്ക് നമ്പ്യാർ മകളെ വിളിച്ചു പറഞ്ഞു, നിന്റെ കിടക്കയും തലയിണയും പുതപ്പും ഞങ്ങളുടെ മുറിയിലേക്ക് എടുത്തോ. അതെന്തിനാ അച്ഛ? ഇന്നു മുതൽ നീ തനിച്ച് മുകളിലത്തെ മുറിയിൽ കിടക്കണ്ട. അതെന്താ? അത് ശരിയാവുകയില്ല. പെട്ടെന്നെന്താ ഒരു ശരിയായിക? ഇന്നലെ രാത്രിയിലുണ്ടായ സംഭവങ്ങൾ. അപ്പോൾ ഞാൻ പറഞ്ഞതൊന്നും ആർക്കും വിശ്വാസമായില്ലേ? അവർ പറഞ്ഞത് വിശ്വസിക്കുകയും ചെയ്തു. നീ പറഞ്ഞത് ഞങ്ങൾ വിശ്വസിക്കുന്നു, അവർ പറയുന്നതും വിശ്വസിക്കുന്നു. ഇന്നലെ രാത്രി സുകുമാരന്റെ വീട്ടിൽ വെച്ച് നിന്നെ കണ്ടെന്ന് അവരെല്ലാം ആണയിട്ട് പറയുന്നു. നിന്നെ പിന്തുടർന്ന അശോകൻ നീ ഈ വീട്ടിലേക്ക് കയറിപ്പോരുന്നത് കാണുകയും ചെയ്തു. നിന്റെ വസ്ത്രം പോലും അവൻ തിരിച്ചറിഞ്ഞു. ഉറച്ച വിശ്വാസത്തോടെയാണ് അവനത് പറയുന്നത്. അതുപോലെ തന്നെയാണ് നിരപരാധിയാണെന്ന് നീ പറയുന്നതും. ഒന്നുകിൽ നിനക്കും അവർക്കുമിടയിൽ നിന്റെ വേഷം കെട്ടി ആരോ ഒരു കള്ളക്കളി കളിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നിനക്ക് ഉറക്കത്തിൽ എഴുന്നേറ്റ് നടക്കുന്ന സ്വഭാവമുണ്ട്. അത് കണ്ടുപിടിക്കണം. ഇത്ര നാളും ഇല്ലാതിരുന്ന അസുഖം ഇപ്പോഴെനിക്കുണ്ടായെന്നോ? എന്നല്ല, എങ്കിലും അറിയണം. തീർച്ചയാകാതെ എനിക്ക് മനസ്സമാധാനമുണ്ടാവില്ല. എന്റെ മകളെ ആരെങ്കിലും കുറ്റപ്പെടുത്താൻ ഇടകൊടുക്കരുത്. അച്ഛനെന്തു പറ്റി? അവൾ അമ്പരപ്പോടെ ചോദിച്ചു. മോളെ, നീയല്ല അത് ചെയ്തതെങ്കിൽ വേവലാതിപ്പെടേണ്ട ഒരു കാര്യവുമില്ല. നീ ഉറക്കത്തിൽ ഇറങ്ങിപ്പോയി അത് ചെയ്തതാണെന്നിരിക്കട്ടെ, എന്നാലും അത് തെറ്റല്ല. പിന്നെ എന്തിന് നീ തടസ്സം പറയുന്നു? അച്ഛന്റെ ഇഷ്ടം പോലെ. എന്നെ എല്ലാവർക്കും കൂടി പോസ്റ്റ്മോർട്ടം ചെയ്യണോ? അതിനും ഞാൻ തയ്യാർ. അമർഷത്തോടെയാണ് അവൾ അത് പറഞ്ഞത്. അവൾ മുകളിൽ നിന്ന് കിടക്കയെടുത്തുകൊണ്ട് താഴേക്ക് പോന്നു. അവൾക്ക് വേണ്ടിയുള്ള കട്ടിൽ നേരത്തെ തന്നെ കരുണാകരൻ നമ്പ്യാർ മുറിയിൽ തയ്യാറാക്കിയിട്ടിരുന്നു. വാതിലിനോട് ചേർന്നാണ് നമ്പ്യാരും ഭാര്യയും കിടക്കുന്ന കിടക്ക. നമ്പ്യാർ കിടക്കും മുമ്പ് താക്കോൽ ഉപയോഗിച്ച് വാതിൽ അകത്തുനിന്ന് പൂട്ടി. താക്കോൽ സുമതിക്കുട്ടിയമ്മ മടിത്തുമ്പിൽ കെട്ടിയിട്ടു. താക്കോലെടുത്ത് മുറി തുറക്കാതെ ഇനി ആർക്കും പുറത്തിറങ്ങാൻ വയ്യ. അഥവാ ഇറങ്ങിയാൽ രഞ്ജിത്താണ് അടുത്ത മുറിയിൽ. അതിന്റെ വാതിൽ പൂട്ടിയ താക്കോൽ രഞ്ജിത്തിന്റെ കൈവശമുണ്ട്. രണ്ടുപേരെയും കബളിപ്പിച്ചാലേ പുറത്തു കടക്കാനൊക്കൂ. അന്നു മുതൽ അഞ്ജലി എല്ലാവരുടെയും നോട്ടപ്പുള്ളിയായി മാതാപിതാക്കളുടെ കിടക്കറയിൽ അന്തിയുറങ്ങി. പ്രത്യേകിച്ച് യാതൊരു സംഭവവികാസങ്ങളുമില്ലാതെ ദിവസങ്ങൾ കടന്നു പോയിക്കൊണ്ടിരുന്നു. ഒറ്റ ദിവസം പോലും അഞ്ജലി ഉറക്കത്തിൽ എഴുന്നേറ്റ് നടക്കുന്നതായി കാണാൻ പറ്റിയില്ല. നമ്മൾ അവളെ സംശയിച്ചത് വെറുതെയാണെന്ന് തോന്നുന്നു. ഒരു ദിവസം സുമതിക്കുട്ടിയമ്മ ഭർത്താവിനോട് പറഞ്ഞു, എന്നാണ് എനിക്കും തോന്നുന്നത്. നമ്പ്യാർ ശരിവെച്ചു. ജയന്തനെ ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജ് ചെയ്തു. കൂട്ടിക്കൊണ്ടു പോകാൻ സുകുമാരൻ നായരും രുക്മിണിയും അശോകനും പ്രിയയും വന്നിട്ടുണ്ട്. കാറിലവർ വീട്ടിലേക്ക് മടങ്ങി. വലിയ മംഗലത്ത് വീടിന്റെ മുമ്പിലെത്തിയപ്പോൾ ജയന്തൻ കാർ നിർത്താൻ ഡ്രൈവറോട് പറഞ്ഞു. കാർ നിന്നു. ജയന്തൻ ഡോർ തുറന്ന് ചാടിയിറങ്ങി. എടാ, നീ എങ്ങോട്ടാ? സുകുമാരൻ നായർ പരിഭ്രാന്തനായി ചോദിച്ചു. ഇപ്പൊ വരാം അച്ഛ, എനിക്കിവിടെ അല്പം ജോലിയുണ്ട്. മുരണ്ടുകൊണ്ട് അയാൾ ഗേറ്റ് കടന്നു. ഭഗവാനെ, വഴക്കുണ്ടാക്കാനാണെന്ന് തോന്നുന്നു. നിങ്ങൾ ചെന്ന് പിടിച്ചോണ്ട് വാ. അശോക, നീയും ചെല്ല്, രുക്മിണിയമ്മ ഭീതിയോടെ പറഞ്ഞു. സുകുമാരൻ നായരും അശോകനും ഇറങ്ങി. ജയന്തന് പിന്നാലെ കുതിച്ചു. ജയ, നിൽക്ക്, നിൽക്കവിടെ. സുകുമാരൻ നായർ ഉറക്കെ വിളിച്ചു. നിന്നോടാ പറഞ്ഞത് നിൽക്കാൻ. നിന്നോടാര് പറഞ്ഞടാ കാർ നിർത്താനെന്ന്? ഡ്രൈവറെ ശകാരിച്ചുകൊണ്ട് രുക്മിണിയമ്മയും പുറത്തിറങ്ങി. അഞ്ജലി പൂച്ചെടികൾക്ക് ഹോസ് പൈപ്പിലൂടെ വെള്ളമൊഴിക്കുകയായിരുന്നു. മുഖം മുഴുവൻ പൊള്ളിക്കരിഞ്ഞ് വികൃതരൂപിയായ ഒരാൾ അതിവേഗം തന്റെ നേർക്ക് വരുന്നത് കണ്ട് അവൾ നടുങ്ങി. അതാരാണെന്ന് പെട്ടെന്ന് അവൾക്ക് മനസ്സിലായില്ല. പേടിപ്പെടുത്തുന്ന മുഖം. അച്ഛാ, അവൾ ഉറക്കെ വിളിച്ചു. ജയന്തൻ അപ്പോഴേക്കും അടുത്തെത്തി കഴിഞ്ഞിരുന്നു. എന്നെ മനസ്സിലായില്ല അല്ലേടി? ലോകത്താരും തിരിച്ചറിയുകയില്ലാത്ത വിധം നീ എന്റെ മുഖം കത്തിച്ചില്ലേടി ദുഷ്ടേ?
അയാൾ അമറി. എന്നിട്ട് ഉടുപ്പിനുള്ളിൽ നിന്നും ആശുപത്രിയിൽ ഡോക്ടർമാർ കൈകാര്യം ചെയ്യുന്ന തരം കത്തി അതയാൾ ആശുപത്രിയിൽ നിന്ന് തന്നെ എടുത്ത് ഒളിപ്പിച്ച് സൂക്ഷിച്ചതായിരുന്നു പുറത്തെടുത്തു. അച്ഛാ! അഞ്ജലി നിലവിളിച്ചുകൊണ്ട് തിരിഞ്ഞോടാനാഞ്ഞു. ജയന്തൻ കത്തി ആഞ്ഞു വീശി. ഓടാൻ തിരിയുകയായിരുന്ന അഞ്ജലിയുടെ മുതുകിലായിരുന്നു ആദ്യത്തെ കുത്തേറ്റത്. അതോടെ അവൾ വീണുപോയി. കുനിഞ്ഞു നിന്ന് കുത്താനോങ്ങിയ ജയന്തനെ അവൾ കൈകൊണ്ട് തടയാൻ നോക്കി. ഇത്തവണ കയ്യിലാണ് കുത്തേറ്റത്. ജയന്തൻ അവളെ അവിടെയിട്ട് തലങ്ങും വിലങ്ങും കുത്തി. എന്നാൽ ഒരൊറ്റ കുത്തുപോലും ആഴത്തിലേൽക്കാത്തത് ജയന്തനെ വല്ലാതെ കുപിതനാക്കി. എവിടെ കുത്തിയാലും കത്തിമുന എല്ലിൽ തട്ടി മടങ്ങുന്നു. അവളുടെ ശരീരത്തിൽ ത്വക്കിനുള്ളിൽ ഒരു ഉരുക്ക് പടച്ചട്ട രൂപം കൊണ്ടിട്ടുണ്ടെന്ന് തോന്നി. നിലത്ത് കെട്ടി മറിഞ്ഞുരുളുന്നതിനിടയിൽ ഹോസ് പൈപ്പ് അഞ്ജലിയുടെ കയ്യിൽ തടഞ്ഞു. കത്തിയുമായി വീണ്ടും കുത്താനായുന്ന ജയന്തന്റെ മുഖത്തേക്ക് അവൾ ശക്തിയിൽ വെള്ളം ചീറ്റിച്ചു. ഏതാനും നിമിഷത്തേക്ക് ജയന്തന് കണ്ണു കാണാൻ പോലും സാധിച്ചില്ല. അപ്പോഴേക്കും അശോകനും സുകുമാരൻ നായരും ഓടിയെത്തി കഴിഞ്ഞിരുന്നു. അവർ ജയന്തനെ തടയാൻ ശ്രമിച്ചു. അഞ്ജലി ഉരുണ്ടു പിരണ്ടെഴുന്നേറ്റ് ഓടി. അവളുടെ നിലവിളി കേട്ട് വീട്ടിനുള്ളിൽ നിന്നും കരുണാകരൻ നമ്പ്യാരും രഞ്ജിത്തും പ്രസീതയും ഓടി വരുന്നുണ്ടായിരുന്നു. ഉടലാകെ ചോരയൊലിപ്പിച്ചു വരുന്ന അഞ്ജലിയെ കണ്ട് അവർ നടുങ്ങി. കൊല്ലും ഞാനവളെ! ജയന്തൻ അശോകന്റെയും സുകുമാരൻ നായരുടെയും പിടിവിടുവിച്ച് അഞ്ജലിയുടെ നേർക്ക് പാഞ്ഞു. അയാളെ തടയാൻ നോക്കിയ രഞ്ജിത്തിന്റെയും നമ്പ്യാരുടെയും നേർക്ക് ജയന്തൻ കത്തി വീശി. അഞ്ജലി മുൻവശത്തെ വാതിൽക്കൽ എത്തിയിരുന്നു. തിരിഞ്ഞു നോക്കിയപ്പോൾ ജയന്തൻ പുറകെയുണ്ട്. അവൾ വാതിൽ വലിച്ചടച്ച് തഴുതിട്ടു. ജയന്തൻ വാതിലിൽ ഇടിക്കുകയും ചവിട്ടുകയും ചെയ്തു. അശോകൻ ഓടിവന്ന് അയാളെ പിടിച്ചു മാറ്റി. ഇത്തവണ ജയന്തന്റെ കയ്യിൽ നിന്ന് കത്തി കൈക്കലാക്കാൻ അവനെ കൊണ്ട് പറ്റി. വാതിൽക്കലേക്ക് ഓടിവന്ന നമ്പ്യാരെയും മകനെയും നോക്കി ജയന്തൻ അലറി. രക്ഷപ്പെട്ടെന്ന് വിചാരിക്കണ്ട, കൊല്ലും ഞാനവളെ! അപ്പോഴേക്കും സുകുമാരൻ നായരും ഭാര്യയും ഓടിവന്നു. 3 പേരും കൂടി ജയന്തനെ പിടിച്ചു വലിച്ച് കാറിനരികിലേക്ക് കൊണ്ടുപോയി. കൊല്ലും ഞാനവളെ, കൊല്ലും! ജയന്തൻ അപ്പോഴും ഭ്രാന്തനെ പോലെ അമറിക്കൊണ്ടിരുന്നു. കരുണാകരൻ നമ്പ്യാർ വാതിലിൽ മുട്ടി നിലവിളിച്ചു. മോളെ അഞ്ജു, വാതിൽ തുറക്ക്, വാതിൽ തുറന്നേ! അകത്തുനിന്ന് മറുപടി ഉണ്ടായില്ല. രഞ്ജിത്തും കരുണാകരൻ നമ്പ്യാരും വീടിന്റെ വലതുഭാഗത്തെ വാതിൽക്കലേക്ക് ഓടി. അഞ്ജലി അപ്പോഴേക്കും കോണിപ്പടിക്ക് മുകളിലെത്താറായിരുന്നു. മുകളിലെത്തും മുമ്പ് അവൾ കുഴഞ്ഞു വീണു. 2 പടിയോളം താഴേക്ക് ഉരുളുകയും ചെയ്തു. ബഹളം കേട്ട് സുമതിക്കുട്ടിയമ്മയും വേലക്കാരിയും ഓടിയെത്തി. കരുണാകരൻ നമ്പ്യാർ അഞ്ജലിയെ താങ്ങിയെടുക്കാൻ ശ്രമിച്ചു. അവളുടെ മേലാകെ ചോര പുരണ്ടിരുന്നു. മോളെ! നമ്പ്യാർ അവളെ കുലുക്കി വിളിച്ചു. അനക്കമില്ല. രഞ്ജിത്തും കൂടി അവളെ താങ്ങി താഴെ എത്തിച്ചു. പ്രസീതയും സുമതിക്കുട്ടിയമ്മയും അലമുറയിട്ട് കരയാൻ തുടങ്ങി. മകളുടെ ചോര പുരണ്ട ശരീരം കണ്ടതല്ലാതെ അവൾക്ക് എന്താണ് പറ്റിയതെന്ന് സുമതിക്കുട്ടിയമ്മയ്ക്ക് അറിയില്ലായിരുന്നു. രഞ്ജിത്ത് വേഗം കാറിറക്കി. അഞ്ജുവിനെ പിൻസീറ്റിൽ കിടത്തി. നമ്പ്യാരോടൊപ്പം സുമതിക്കുട്ടിയമ്മയും കാറിൽ കടന്നിരുന്നു. രഞ്ജിത്താണ് കാർ ഓടിച്ചത്. അതൊരു മരണപ്പാച്ചിലായിരുന്നു. തുടരും.